കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ ഈ നല്ല രാവിലെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിരുവചന പഠനത്തോടുള്ള മണ്ഡലത്തിൽ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ രാത്രി ഈ പ്രഭാതത്തിലും സംഗമിപ്പാൻ കർത്താവ് നൽകിയ നല്ല സന്ദർഭത്തെ ഓർത്ത് നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. അഗതരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. പ്രിയ ദേവദാസി ഓർപ്പിച്ചതുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ദൈവരാജ്യത്തിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ പല തലങ്ങൾ നമ്മൾ പഠിച്ചു വരികയായിരുന്നു. ആദ്യം നമ്മൾ പുത്രത്വത്തിൻ്റെ ക്രിസ്തുവിൻ്റെ പുത്രത്വത്തിൻ്റെ മഹിമ ഉടമ്പടിയുള്ള ബന്ധത്തിൽ കണ്ടു, വംശാവലി കണ്ടു, ജനനം കണ്ടു, സംരക്ഷണം കണ്ടു. അങ്ങനെ അനേക പഠനങ്ങൾ ഈ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് ദൈവാത്മാവ് ഈ പുസ്തകത്തിൽ നമുക്ക് മറച്ചു വെച്ച് നമ്മൾ പഠിച്ചു വരികയായിരുന്നു. ഒടുവിൽ നമ്മൾ എത്തി നിന്നത് രാജകീയ അഭിഷേകം, രാജകീയ പരിശോധന, രാജകീയ ശുശ്രൂഷ, ഈ ഭാഗമാണ് നമ്മൾ കണ്ടത്. നമ്മുടെ ഗ്രൂപ്പിനകത്ത് വേണമെങ്കിൽ മെസ്സേജ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു ക്ലിപ്പ് ഇടണമെങ്കിൽ ഇട്ടേരെ. ഓക്കെ. അപ്പോൾ നമ്മൾ ഒടുവിൽ യേശുക്രിസ്തുവിൻ്റെ കിങ്സ് മിനിസ്ട്രിയാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് സെക്ഷനായി തൊട്ടത്. ഞാനിത് രാവും പകലും കൊണ്ട് അടുപ്പിച്ചെടുക്കാൻ കാരണം എനിക്ക് വരുന്നത് ആഴ്ചകളിൽ മുഴുവൻ നല്ല തിരക്കാണ്. മിക്ക ദിവസവും മീറ്റിങ്ങുകളാണ്. അപ്പോൾ കിട്ടുന്ന സമയത്ത് മുഴുവൻ രാവിലെയും പകലുമായിട്ട് ക്ലാസ് അങ്ങ് എടുക്കുകയാണ്. ചില ആൾക്കാർ പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട്. പക്ഷേ ഞങ്ങൾ ഇത്ര കാലം കൊണ്ട് ഇത്രയും പോർഷൻ എടുത്ത് തീർത്തു, എനിക്കാണിത് മുമ്പോട്ട് പോകുന്നില്ല. എൻ്റെ ഒരു കുഴപ്പം അതാണ്. എത്ര മാസമായി നമ്മൾ മത്തായി 4 അധ്യായത്തിൽ കിടക്കുന്നു. എന്നാലൊരു പോർഷൻ തീർത്തു എന്ന് പറയാനായിട്ട് എനിക്കിഷ്ടമുള്ള കാര്യം, എനിക്കത് പറ്റാവുന്നിടത്തോളം ഓരോ വാക്കുകൾ പിടിക്കണം എന്ന ഒരു മനോഭാവക്കാരനാണ് ഞാൻ. ഇന്ന് നമ്മൾ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എടുത്ത് ചാടുകയാണ്. 4 കഴിഞ്ഞിട്ടല്ല, എടുത്ത് ചാടുകയാണ് 5-ലേക്ക്. അതിനകത്ത് ഇനി മുഖവരയിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത കാര്യങ്ങൾ പറയുന്നില്ല. ലിനി സിസ്റ്റർ അത് മുഖവരയിൽ പറഞ്ഞു കഴിഞ്ഞു. 5-ാമത്തെ അധ്യായം സുവിശേഷം, അതായത് ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ അകത്ത് ഏറ്റവും ആഴമായിട്ട് പതിയേണ്ട 3 അധ്യായങ്ങളാണ് 5, 6, 7 അധ്യായങ്ങൾ. ഞാൻ വിശ്വാസത്തിലേക്ക് വന്ന കാലത്ത് ഞാൻ വായിക്കാതിരുന്ന അധ്യായമാണ് 5, 6, 7 അധ്യായം. ബാക്കി ഏത് അധ്യായം വായിച്ചാൽ ഇത് വായിക്കുകയല്ല. വേണമെങ്കിൽ വംശാവലി വരെ വായിക്കാം, കുഴപ്പമില്ല. ജനിപ്പിച്ചു എന്ന് വായിച്ചാൽ പോരെ. ഈ 5, 6, 7 വായിച്ചു കഴിഞ്ഞാൽ എന്തുവായി അധ്യായത്തിനകത്ത്? വെറുതെ നമ്മളെ ഇട്ട് എന്താ പറയുക, എത്രത്തോളം അസഹ്യപ്പെടുത്താവും. ഞാൻ നാടൻ ഭാഷയിൽ എൻ്റെ പഴയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ് കേട്ടോ. ഇന്നത്തെ വെളിപ്പാടിലല്ല ഞാനിത് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, ചെയ്യാൻ പറയുകയാണ്. അപ്പം എന്തിനാ കർത്താവേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്നതായിരുന്നു ഈ 3 അധ്യായങ്ങൾ വായിക്കുമ്പം എനിക്ക് എൻ്റെ അകത്തുണ്ടായിട്ടുള്ള ആദ്യകാല മനോഭാവം. 1. 2, ഈ അധ്യായം വായിച്ചിട്ട് ഒറ്റ വാക്യം പോലും സന്തോഷിപ്പിക്കുന്നത് കിട്ടിയിട്ടില്ല. ഈ 3 അധ്യായം വായിച്ചിട്ട് സങ്കീർത്തനമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഒരു പേജിനകത്ത് 2 എന്താ പറയുക പേന കൊണ്ട് വേണമെങ്കിൽ വരച്ചു തീർക്കാം. പക്ഷേ ഈ 5, 6, 7 അധ്യായം വായിച്ചിട്ട് ഇതിനകത്ത് സന്തോഷിപ്പിക്കുന്ന ഒരു വാക്യം, ആ ലോകത്തിൻ്റെ വെളിച്ചമാന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു ഒരു സുഖം വരുന്നു എന്നല്ലാതെ അന്നൊന്നും എന്ത് ലോകത്തിൻ്റെ വെളിച്ചം അന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞൊരു സാരാംശം, സാധാരണഗതിയിൽ 5, 6, 7 അധ്യായങ്ങൾ ഒരു ക്രിസ്തു വിശ്വാസി അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് വന്നൊരു വ്യക്തിയെ വല്ലാതെ സ്വാധീനിക്കാറില്ല. എന്നാൽ ആത്മീകമായി വളരാൻ കൊതിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിനകത്ത് കുറേ മൂല്യതകൾ കാണാം. ഇതിനകത്തൊരു വ്യക്തി ആത്മീകനാകാനുള്ള മൂല്യതകൾ കാണാം. അപ്പം നിങ്ങൾക്ക് പല വീക്ഷണത്തിൽ ഈ 3 അധ്യായങ്ങളെ നിങ്ങൾക്ക് പഠിക്കാം. പക്ഷേ ആത്മീകനാകുക എന്ന ചിത്രം വെച്ചുകൊണ്ട് മാത്രമല്ല നിങ്ങൾ ഈ 3 അധ്യായം പഠിക്കേണ്ടത്. ഈ 3 അധ്യായം പഠിക്കേണ്ടത് ഏത് രാജ്യത്തിനും ഒരു ഭരണഘടന ഉണ്ടാവും, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകും. ഈ ചിത്രം നിങ്ങളുടെ അകത്ത് കയറിയിട്ട് നിങ്ങൾ ഈ അധ്യായങ്ങൾ വായിച്ചാൽ, ഈ അധ്യായങ്ങൾ പഠിച്ചാൽ ഇത് ഭയങ്കര ആനന്ദമായി മാറും. അല്ലാത്തടത്തോളം കാലം നിങ്ങൾക്കിത് ഭയങ്കര ഭാരമേറിയ ഒരു നുഖമായിട്ട് നിങ്ങൾക്കിത് തോന്നും. കിങ്ഡം കോൺസ്റ്റിറ്റ്യൂഷനാണ് മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ നാം വായിക്കുന്നത്. ഇത് സ്വർഗരാജ്യത്തിൻ്റെ രാജാവായ നമ്മുടെ കർത്താവ് രാജകീയ അഭിഷേകം കഴിഞ്ഞ്, രാജകീയ ടെസ്റ്റ് കഴിഞ്ഞ്,
രാജകീയ ശുശ്രൂഷ ആരംഭിച്ച ഉടൻ തൻ്റെ കൂടെ കൂടിയ ശിഷ്യന്മാരിലേക്ക് ഈ രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ കർത്താവ് തുറന്നു കൊടുക്കുകയാണ്. ഇവിടെ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. നമുക്ക് അഭിഷേകം നല്ലതാണ്, അഭിഷേകം ഇല്ലാതെ ശുശ്രൂഷിക്കാൻ പറ്റുകയില്ല. പരിശോധന നമ്മൾ ആരാണെന്നുള്ളതിൻ്റെ ടെസ്റ്റാണ്. എന്നാൽ ശുശ്രൂഷ ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന മിനിസ്ട്രിയാണ്. എന്നാൽ ഇതിനെല്ലാം അടിസ്ഥാനമായി കിടക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന നമ്മുടെ അകത്ത് തെളിഞ്ഞു നിൽക്കണം. അത് നമ്മുടെ അകത്ത്, നമ്മുടെ അന്തർഭാഗത്ത് നമുക്കത് ഉल्ലേഖനം ചെയ്തേ മതിയാകുകയുള്ളൂ. അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണമെന്ന കാര്യം ഓർപ്പിക്കുന്നു. നമ്മുടെ കട്ടപ്പന തോമസ് ബ്രദർ ഫോൺ വെച്ചിരിക്കുന്നത് തലതിരിച്ചാണ്. എനിക്ക് തോമസ് ബ്രദറിനെ കാണുന്നത് നേരെ തലതിരിച്ചാണ് കാണുന്നത്. ഫോൺ നേരെ ഒന്ന് തിരിച്ചു വെച്ചേരെ. ഓക്കെ, അങ്ങനെ തന്നെ. അപ്പോൾ റെഡിയായി വരുന്നത്. അപ്പോഴും തലതിരിഞ്ഞു പോയല്ലോ. അതെന്താ അത് എൻ്റെ കുഴപ്പമാണോ? ആ ഫോണിൻ്റെ എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു കേട്ടോ. ഫോണിൻ്റെ എന്തോ സെറ്റിങ്സിൽ പ്രശ്നം കിടക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലേക്ക് പ്രവേശിക്കുകയാണ്. മത്തായി 5:6-7 ഭയങ്കര ആനന്ദമാണ് കേട്ടോ ഇത് പഠിക്കാൻ. നമ്മൾ മനസ്സിരുത്തി പഠിച്ചാൽ ഇതൊരു ഭയങ്കര ആനന്ദമുള്ള. പാസ്റ്റ് ഓഡിയോ ഒന്ന് ചെക്ക് ചെയ്യാം. പാസ്റ്റിന്റെ കമ്പ്യൂട്ടർ ഓഡിയോ, കമ്പ്യൂട്ടർ സൗണ്ട് ഓൺ ആകുന്നുണ്ട്, റെക്കോർഡിംഗ് കിട്ടുന്നുണ്ട്. എന്താ പറഞ്ഞ, എന്താ പ്രശ്നം? ഓക്കെ, അപ്പം ഈ 5 to 7 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങള്, ഈ അധ്യായത്തെ നമുക്ക് 7 ഭാഗങ്ങളാക്കി നമുക്ക് തിരിക്കാം. പ്രധാനമായ 7 ഭാഗങ്ങൾ. എനിക്ക് തോന്നുന്നു നിങ്ങളത് നോട്ട് ചെയ്യുന്ന നല്ലതാണെന്ന് തോന്നുന്നു കേട്ടോ. രാജാവ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ പ്രബന്ധം അവതരിപ്പിക്കുകയാണ്. ഭരണഘടന അവതരിപ്പിക്കുകയാണ്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന അവതരിപ്പിക്കുക. ഇപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ടാ താക്കോല് കൊടുക്കുന്നേ. താക്കോല് കൊടുക്കുന്നത് എപ്പോഴാ? താക്കോല് കൊടുക്കുന്നത് നമ്മുടെ ഫിലിപ്പിൻ്റെ കൈസരി വെച്ച്, ലെബനോൻ പർവ്വതനിരകളിലുള്ള ഫിലിപ്പിൻ്റെ കൈസരി വെച്ചാണ് സ്വർഗരാജ്യത്തിന് താക്കോൽ കിട്ടുന്നത്. അപ്പൊ താക്കോൽ കൊടുക്കുന്നത് എന്തിൻ്റെയാണ്? സ്വർഗരാജ്യത്തിൻ്റെയാണ്. അപ്പൊ സ്വർഗരാജ്യത്തിന് താക്കോൽ കൊടുക്കുന്നത് ഫിലിപ്പിൻ്റെ കൈസരി വെച്ച്. ആ രാജ്യത്തിൻ്റെ ദൈവം, ആ രാജ്യത്തിൻ്റെ രാജാവ് ആരാണ്, ക്രിസ്തു ആരാണെന്നുള്ള വെളിപ്പാട് കൊടുക്കുന്നത് ഗലീല കടലിനകത്ത് വെച്ച്. ആ രാജ്യത്തിൻ്റെ ഭരണഘടന തുറന്നു കൊടുക്കുന്നത് പർവ്വതത്തിന് മുകളിൽ വെച്ച്. ആ രാജ്യത്തിലെ ശുശ്രൂഷകരായിട്ട് വിളിക്കുന്നത് ഗലീല കടലിന്റെ തീരത്ത് വെച്ച്. ആ രാജ്യത്തിലെ രാജാവ് കുഞ്ഞാടാണെന്ന് തുറന്നു കൊടുക്കുന്നത് യഹൂദ്യ മരുഭൂമിയിൽ യോർദാന്റെ കടവിൽ വെച്ച്. കിട്ടിയോ ഇത്രയും? യോർദാന്റെ കടവ്, ഗലീല കടൽ തീരം, ഗലീല മലമുകൾ, ഗലീല കടലിന്റെ അന്തർഭാഗം, ഫിലിപ്പിന്റെ കൈസരിയ. 5 സ്ഥലം കിട്ടിയോ? ആവോ, 5 സ്ഥലം. ഒന്നുകൂടെ പറയാം. അതറിയണം, പറയാം, അറിയണം, പറ്റുമെങ്കിൽ എഴുതി വെച്ചോ. 1, യോർദാന്റെ തീരത്ത് വെച്ചാണ് കുഞ്ഞാട് ആരാണെന്നുള്ള വെളിപ്പാട് കിട്ടുന്നത്. യേശു കുഞ്ഞാടാണെന്നുള്ള വെളിപ്പാട് കിട്ടുന്നത് യോർദാന്റെ തീരത്ത് വെച്ചാണ്. അവിടെ വെച്ചാണ് ഇവർ സ്വർഗം തുറന്നു കണ്ടത്. അവിടെ വെച്ചാണ് യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് കാണുന്നത്, ശബ്ദം കേൾക്കുന്നത്, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്, പ്രകൃത്യാതീതമായ ഇടപെടലുകൾ കാണുന്ന യേശു കുഞ്ഞാടാണെന്നുള്ള വെളിപ്പാട് കിട്ടുന്നത് യോർദാന്റെ തീരത്ത് വെച്ചാണ്. യോഹന്നാൻ പ്രഖ്യാപിച്ചപ്പോൾ, അല്ലെങ്കിൽ യോഹന്നാന്റെ കൈകൾ സ്നാനപ്പെട്ടപ്പോൾ. എന്നാൽ വലിയൊരു വെളിച്ചമായിട്ട് യേശുവിനെ കാണുകയും യേശുവിൻ്റെ പുറകെ ഞാൻ പാപിയായൊരു മനുഷ്യൻ എന്ന് പറഞ്ഞ് സകലതും വിട്ട് യേശുവിനെ അനുഗമിക്കുന്നത് ഗലീല കടൽ തീരത്ത് വെച്ച്. അവിടെ വെച്ച് ഇവൻ ലോകത്തിൻ്റെ വെളിച്ചമായിട്ട് അവൻ്റെ മുമ്പിൽ വെളിപ്പെട്ടു വന്നു. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലുള്ള പാഠങ്ങളാണ് കേട്ടോ. നമുക്ക് ആദ്യം യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പകരമായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കുഞ്ഞാടെന്ന് വെളിപ്പാട് കിട്ടും രക്ഷിക്കപ്പെട്ടപ്പോൾ. കുറച്ചു കഴിഞ്ഞപ്പോൾ ക്രിസ്തുവാണ് നമ്മുടെ ഇരുട്ട് നീക്കുന്നവൻ എന്നുള്ള വെളിപ്പാട് കിട്ടും. അവിടെയാണ് നമ്മൾ കർത്താവിനെ പിൻപറ്റാൻ തുടങ്ങിയത്. 2ാം പാർട്ടാണ്. 3ാം പാർട്ടാണ് നമ്മൾ ഇന്ന് രാവിലെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. 3ാം പാർട്ടിനകത്ത് കിങ്ഡം കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന, കിങ്ഡം തത്വങ്ങൾ അവൻ നമ്മിലേക്ക് പകരും. അത് 3ാമത്. അപ്പം ആദ്യത്തേത് നദീതീരത്ത്, 2ാമത്തത് കടൽ തീരത്ത്, 3ാമത്തത് കടൽ തീരത്തുള്ള മലയുടെ മുകളിൽ. അങ്ങനെ എഴുതണം, മലയുടെ മുകളിൽ എഴുതണം. നമ്മൾ മലയെക്കുറിച്ച്, പർവ്വതത്തെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞു വരാൻ പോകുന്നുണ്ട്. ഈ 7 ഭാഗങ്ങൾ തിരിച്ച ശേഷം പർവ്വതത്തിന്റെ മുകളിൽ വെച്ച്
ഇനി ഞാൻ ഈ പർവ്വതത്തിൽ ഞങ്ങൾ എന്താ പറയുക ഇസ്രായേൽ സന്ദർശിക്കാൻ പോയപ്പോൾ ഈ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് യേശു ക്രിസ്തു ഇരുന്ന് പ്രഭാഷണം നടത്തിയെന്ന് പറയുന്ന സ്ഥലം ഞങ്ങളെ ഗൈഡ് കാണിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇരുന്നു കൊണ്ട് കാണുന്ന കർത്താവ് സ്വർഗരാജ്യത്തിൻ്റെ തത്വങ്ങൾ, അവരന്ന് തത്വങ്ങൾ പഠിപ്പിച്ചു, തത്വങ്ങൾ പ്രസംഗിച്ചത് ഇവിടെ വെച്ചാണ്. അതുകൊണ്ട് 2 വിമോചനം ഉണ്ടായി. ഒന്ന്, ദൈവരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് ജനവർഗങ്ങൾ മാനകുലത്തിൽ നിന്ന് വിമോചിക്കപ്പെട്ടു. അതായത് സ്വർഗരാജ്യ തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കി. 2, ഇവിടെ ഇരുന്ന് കർത്താവ് പ്രഭാഷണം നടത്തിയ പ്രഭാഷണങ്ങൾ ഒപ്പിയെടുത്തിട്ടാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഇന്ത്യയെ ബ്രിട്ടന്റെ അധീനതയിൽ നിന്ന് വിടുവിച്ചെടുത്തത്. അതുകൊണ്ട് 2 വിമോചന പ്രസംഗങ്ങൾ നടന്ന സ്ഥലമാണ്. ഒറ്റ പ്രസംഗത്തിലൂടെ 2 വിമോചനങ്ങൾ നടന്നെന്ന് ഗൈഡ് ഞങ്ങളെ അവിടെ വെച്ച് പറഞ്ഞു തന്ന കാര്യം ഞാൻ ഓർക്കുന്നു. അത് ഞാനൊരു നിങ്ങളുടെ അകത്തേക്ക് ഒരു ഓർമ്മയായി തരുന്നു. നിങ്ങൾക്കും അത് പറയുമ്പോൾ പറയാം. 2 വിമോചന പ്രഖ്യാപനങ്ങൾ ഒരുമിച്ച് നടക്കുകയാണ്. നമ്മളതിനകത്ത് പെട്ടു, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഈ കിങ്ഡം കൾച്ചറിൻ്റെ അകത്ത്, കിങ്ഡം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് വേണം ഒരു വ്യക്തിയുടെ ഭവനം പണിയാൻ, ഒരു വീട് പണിയാൻ. നമ്മളെ പണിയേണ്ടത് ഇതിൻ്റെ മേലായിരിക്കണം. നിങ്ങൾ നോക്കി, ഏത് രാജ്യത്തിനൊരു ഭരണഘടനയില്ലേ? ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലല്ലേ ആ രാജ്യം നിലനിൽക്കുന്നത്. എന്നെ ഒരു തെറ്റുകാരനായിട്ട് പിടിക്കുന്നത് എപ്പോഴാണ്? ഈ രാജ്യത്തിന്റെ ഘടനയ്ക്ക്, നിയമത്തിന് വിരോധമായി പോകുമ്പോഴല്ലേ. അപ്പൊ ഏതൊരു രാജ്യത്തിൻ്റെയും നിലനിൽപ്പ് ആ കിങ്ഡം കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്താണ്, രാജ്യത്തിന്റെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകരായി മാറാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ബൈബിൾ പറയുന്ന ന്യൂ ടെസ്റ്റ്മെന്റ് ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ പണിയേണ്ടത് ഈ വചനങ്ങളുടെ മേലാണ്. അപ്പം നമ്മൾ കേൾക്കാനുള്ള വചനമുണ്ട്, നമ്മൾ അനുസരിക്കുന്ന വചനങ്ങളുണ്ട്, പക്ഷെ ഇതിൻ്റെ മുകളിൽ നമ്മൾ പണിയുകയാണെന്നുള്ള വെളിപ്പാട് വേണം. അപ്പം ഈ വചനം നമ്മൾ അനുസരിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു ഭവനം പണിയുകയാണ്. അങ്ങനെ തന്നെയാണ് 7-ാം അധ്യായത്തിൻ്റെ 24, 25, 26 വാക്യങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കി മത്തായി സുവിശേഷം, എന്നിട്ട് നമുക്ക് 7ആയിട്ട് വിഭജിക്കാം. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 24, 25, 26 വാക്യങ്ങൾ വായിക്കാമോ? ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത് ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാവുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാവുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു, അതിന്റെ വീഴ്ച വലുതായിരുന്നു. അപ്പൊ യേശുക്രിസ്തു പറഞ്ഞ മർമ്മപ്രധാനമായൊരു പ്രഖ്യാപനമാണിത്. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. അല്ലാത്തവൻ ബുദ്ധിയില്ലാത്തവൻ. ഇത് രണ്ടും എപ്പോഴാണ്? ഇത് പണിയാൻ വേഗം മടക്കും. പാറമേൽ വീട് പണിയുന്നവനാണ് ബുദ്ധിമുട്ട് പണിയാൻ. എന്നാൽ മണലിന്മേൽ വീട് പണിയുന്നതിന് പണിയാൻ എളുപ്പമാണ്. അവൻ വന്ന വഴിക്ക് പണി മുടങ്ങുകയാണ്. എന്നാൽ എപ്പോഴും അറിയാൻ കുറച്ച് കഴിയുമ്പോൾ മഴ വരും. അവിടെ പറയുകയാണ്, വൻമഴ പെയ്യും, നദികൾ പൊങ്ങും, കാറ്റടിക്കും, വീടിന്മേൽ അലയ്ക്കും. കണ്ടോ? അപ്പൊ ക്രിസ്ത്യൻ ലൈഫിനകത്ത് മുൻപോട്ടുള്ള ഗമനത്തിൽ നിങ്ങൾ അനുഭവിക്കേണ്ട വേദനകള്, പ്രതിസന്ധികള്, പ്രതികൂലങ്ങള് ഒക്കെയുണ്ട്. അതിൻ്റെ നടുവിൽ നിലനിൽക്കണമെങ്കിൽ ഇത് എവിടെന്നാണ്, എങ്ങനെയാണ്, എന്തിൻ്റെ മേലാണ് പണിതെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നല്ലൊരു കൂട്ടം ആളുകള് വീണ് പോകാൻ കാരണം, തോറ്റുപോകാൻ കാരണം, നിരാശപ്പെടാൻ കാരണം അവര് പണിതത് വചനത്തിന്റെ മേലല്ല, അവര് പണിതത് വ്യക്തികളുടെ മേലും കേട്ട അല്ലെ അനുഭവിച്ച സൗഖ്യത്തിന്റെ മേലും കേട്ട ദൂതുകളുടെ മേലും ഒക്കെ. ക്രിസ്ത്യൻ ലൈഫ് പണിയുന്നവർ പ്രതിസന്ധികൾ വരുമ്പോൾ തകർന്നു പോകും. ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളാകുന്ന ഭവനത്തെ പണിയേണ്ടത് ക്രിസ്തുവാകുന്ന പാറമേൽ, അവന്റെ വചനങ്ങളുടെ മേൽ മാത്രമാണ്. അതിന് നിങ്ങൾ ഒരു പാർട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റിവെക്കണം. ബാക്കി നല്ലതാണ്, ദൂതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ദൂത് വേണം, മിനിസ്ട്രി വേണം. അത് പുറമേയുള്ള ആളുകളെ ക്രിസ്തുവിലേക്ക് നയിക്കാനാണ്. ഒരു ഉണർവ് വരണമെങ്കിൽ നിങ്ങളിലൂടെ ശക്തമായി വരങ്ങൾ ഓപ്പണാകണം. പ്രവചനവരം, രോഗശാന്തിവരം, പ്രവാചക ഓഫീസുകൾ, അപ്പോസ്തലിക് ഓഫീസുകൾ നോക്കി, ഇങ്ങനെയുള്ള ഓഫീസുകളൊക്കെ ഓപ്പണാകണം. പക്ഷേ പ്രതികൂലങ്ങളുടെ നടുവിൽ പിടിച്ചു നിൽക്കുന്നത് വരങ്ങളാലല്ല. വലിയ കാറ്റ് വരും,
മഴ പൊന്തി വരും. ഇതിന്റെ മേളിൽ നിൽക്കുന്നവർ എന്തിന്റെ മേലാണ് വീട് പണിതതിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് നിലനിൽക്കണമെങ്കിൽ പണിയപ്പെടേണ്ടത് വചനത്തിന്റെ മേലാണ്, ഈ വചനങ്ങളുടെ മേലാണ്, ഈ വചനങ്ങളുടെ മേലാണ്. ഈ വചനങ്ങളെ നമുക്ക് 7 പാർട്ടാക്കി തിരിക്കാം, 7 പാർട്ടാക്കി തിരിക്കാം. കിങ്ഡം കോൺസ്റ്റിറ്റ്യൂഷനെ നമുക്ക് 7 പാർട്ടുകളാക്കി തിരിക്കാം, 7 പാർട്ടുകളാക്കി തിരിക്കാം. 7 പാർട്ടുകളാക്കി തിരിക്കാം. 1, രാജ്യജനങ്ങളുടെ സ്വഭാവം. രാജ്യജനങ്ങളുടെ സ്വഭാവം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ എഴുതിക്കോട്ടെ. രാജ്യജനങ്ങളുടെ സ്വഭാവം, അവരുടെ അകത്തുണ്ടായിരിക്കേണ്ട മനോഭാവം. അപ്പൊ നമ്മുടെ അകത്തുണ്ടായിരിക്കേണ്ട മനോഭാവമാണ് 5-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത്. അതിനകത്ത് ആര് വേഗം പറയും? ഈ 5-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങളിൽ എത്ര ഭാഗ്യവാന്മാരുണ്ടെന്ന് ആര് പറയും? കറക്കി കുത്തരുത്. എത്രയെങ്കിലും ആവട്ടെ പാസ്റ്ററെ, അതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല. 9. ആരാ 9 എന്ന് പറഞ്ഞേ? റോസ്മിനാണോ? റോസ്മിന്റെ വീഡിയോ കാണാനില്ല. 9 ഭാഗ്യവാന്മാരെ നമുക്ക് ഈ 12 വാക്യത്തിൽ കാണാം. 9 ഭാഗ്യവാന്മാരെ. നിങ്ങൾ ഇതിനകത്ത് ഏതെങ്കിലും ഒന്നിന് പ്രാധാന്യത കൊടുത്തിട്ടുണ്ടോ? ആത്മാവിൽ ദരിദ്രരായവർ, ദുഃഖിക്കുന്നവർ, സൗമ്യതയുള്ളവർ, നീതിക്ക് വിശത ദാഹിക്കുന്നവർ, കരുണയുള്ളവർ, ഹൃദയശുദ്ധിയുള്ളവർ, സമാധാനമുണ്ടാക്കുന്നവർ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ. ഇത്രയും പേരെ നോക്കിക്കൊണ്ട് പറയുകയാണ് ഇവർ ഭാഗ്യവാന്മാരാണ്. നമ്മൾ ഇത്രയും പേരെ നോക്കിയിട്ട് എന്താ പറയുക? അവിടെ നിൽക്കട്ടെ, ഞാൻ അവിടേക്ക് വരുമ്പോൾ ആ ഭാഗം എടുക്കാം. ഭാഗ്യവാന്മാർ, ഭാഗ്യവാന്മാർ. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഇതൊരു പ്രവാചകൻ പറഞ്ഞതല്ല കേട്ടോ, ഒരു പാസ്റ്റർ പറഞ്ഞതല്ല കേട്ടോ, ഒരു ടീച്ചർ പറഞ്ഞതല്ല. ദൈവരാജ്യത്തിന്റെ രാജാവ് പറയുകയാണ് നമ്മൾ ഭാഗ്യവാന്മാരാണ്. എല്ലാവരും അല്ല. ഈ 9 സവിശേഷതകൾ, സ്വഭാവങ്ങൾ നിങ്ങളിൽ ആർജിച്ചാൽ സർവശക്തനും സർവജ്ഞാനിയുമായ സർവേശ്വരനായ ഈ പ്രപഞ്ചത്തെ ഒരു വാക്കിനാൽ സൃഷ്ടിച്ച ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഭാഗ്യവാന്മാരായിരിക്കും. ആമേൻ. ആമേനൊന്നും വരില്ല. കാരണം നമ്മൾ ഭാഗ്യവാന്മാരെന്ന് പറയുന്നത് ഇങ്ങനെയല്ല. നമ്മൾ ഭാഗ്യവാന്മാരെന്ന് പറയുന്നത് നമുക്കുണ്ടാകുന്ന ഏതെങ്കിലും നന്മകളാലോ തുറക്കുന്ന വഴികളാലോ അത്ഭുതങ്ങളാലോ ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. നമ്മൾ ഭാഗ്യവാന്മാരെന്ന് പറയുന്നത്. പക്ഷെ നമുക്കുണ്ടാകുന്ന സ്വഭാവ സവിശേഷതകളാണ് ദൈവത്തിന്റെ മുമ്പിൽ നമ്മളെ ഭാഗ്യവാന്മാരാക്കുന്നത്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? കർത്താവേ, ഇതെല്ലാം നേരെ തിരിയ, നമ്മുടെ മൈൻഡിൽ കിടക്കുന്ന മൊത്തം തിരിയാണല്ലേ. നമ്മൾ എന്ത് പറയും? നമ്മൾ പറയും 2 വീടുള്ളവർ ഭാഗ്യവാന്മാർ, 4 കാറുള്ളവർ ഭാഗ്യവാന്മാർ, 2 മക്കളെ ഉള്ളൂ, അവർ 4 ഭൂഖണ്ഡത്തിൽ കറങ്ങി നടന്നാൽ നമ്മൾ പറയും ഭാഗ്യവാന്മാർ, നല്ല ശുശ്രൂഷയുണ്ടെങ്കിൽ നമ്മൾ പറയും ഭാഗ്യവാന്മാർ, ദൈവദാസൻ വന്നാൽ 50,000 പേര് കൂടി നമ്മൾ പറയും ഭാഗ്യവാനാണ്. നമ്മൾ പറയുന്നത് പുറത്തു കാണുന്ന സവിശേഷതകളാലാണ്, പുറത്തു കാണുന്ന ഘടകങ്ങളാലാണ്. ബൈബിൾ പറയുന്നു അല്ല, അത് അകത്തു വന്ന ഭാഗ്യകരമായ അവസ്ഥയുടെ പുറത്തുള്ള പ്രദർശനമാണ്. അതുകൊണ്ട് നിങ്ങളുടെ വീടിനകത്താണ് ഇരിക്കുന്നതെങ്കിലും നിങ്ങളെ നോക്കി സ്വർഗം ഈ 9 സവിശേഷത ഉണ്ടെങ്കിൽ സ്വർഗം പറയും നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, സ്വർഗം പറയും നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. പക്ഷെ നമ്മൾ പറയും ലോട്ടറി കിട്ടിയാൽ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യക്കുറി എന്ന പേരിൽ നമ്മൾ പറയുന്നതാണ് അതിന്. അപ്പൊ നമുക്ക് ഈ 9 കാര്യം പതുക്കി ഒന്ന് പഠിക്കണം. എനിക്കത് 9ാമത്തെ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അത് സഹിക്കണമെങ്കിൽ ഇച്ചിരിയും കൂടെ കൃപ കർത്താവ് കൂടുതൽ തരണം. ബാക്കി ഞാൻ ഇന്ന് വായിച്ചു നോക്കി 8 എണ്ണമൊക്കെ നമുക്കൊരു പരിധി വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കാര്യമാണ്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഏതാണെന്ന് പറഞ്ഞു നോക്കിയേ. ഈ 9 എണ്ണത്തിൽ നമ്മളത് വിശകലനം ചെയ്യും പുറകിൽ എങ്കിലും ഒന്ന് പറഞ്ഞു നോക്കി, ഈ 9 എണ്ണത്തിൽ ഏതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്? എനിക്ക് ഞാൻ നോക്കിയപ്പോൾ വായിച്ചോ വാക്യം. 11ാം വാക്യത്തിൽ പറഞ്ഞൊരു ഭാഗ്യവാനുണ്ട്. നീതി നിമിത്തം ഉപദ്രവിക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. 11ാം വാക്യം, എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആരാണ്? ഭാഗ്യവാന്മാർ. ഇത് വായിക്കാൻ എളുപ്പം കേട്ടോ,
ഈ വാക്യ എളുപ്പാ. തിന്മയൊന്നും പറയണ്ട, വെറുതെ ഒരു കാര്യം മനസ്സിലാക്കാതെ പറഞ്ഞാൽ മതി, അപ്പോൾ വിഷമം വരും. അപ്പോൾ നമ്മൾ ഫോൺ വെച്ച് ഓടും. അപ്പോഴാണ് നമുക്ക് ആ തല ഇല്ലെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മൾ ഭാഗ്യവാന്മാരാണെങ്കിൽ നമ്മുടെ ഒരാൾ പഴിക്കുന്നത് എന്തിനാ? ഇനി തിരിച്ച് ചിന്തിച്ചേ, നമ്മൾ വേണ്ട നിൽക്ക് നമുക്കിത് വിഭജിച്ചിട്ട് അങ്ങോട്ട് വരാം. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൻ്റെ ഓർഡർ പോകും. ഞാൻ ഒന്നിൽ തന്നെ നിൽക്കും. അപ്പോൾ ഒന്ന്, രാജ്യജനങ്ങളുടെ സ്വഭാവം. അപ്പോൾ കിങ്ഡം ചാവി ഉപയോഗിക്കേണ്ട, കിങ്ഡം പവർ തുറക്കേണ്ട, രാജാവായിരിക്കേണ്ട ഒരു, നമ്മളെ കിങ്ഡത്തിന് ഈ ദൈവരാജ്യത്തിലെ പ്രജകൾ മാത്രമല്ല കേട്ടോ. നമ്മളിപ്പോൾ ദൈവരാജ്യത്തിലെ രാജാക്കന്മാരാണ്. അപ്പൊ രാജാക്കന്മാരാണ് ഈ തലം പ്രജകളുടെ മേൽ എന്താ പറയുക, അവരുടെ മേലേക്ക് അവരെ ഈ തലത്തിലേക്ക് വളർത്തിയെടുക്കേണ്ട രാജാവാണ്. അപ്പൊ കിങ്ഡം കൾച്ചറാണിത്, ഈ രാജ്യത്തിന്റെ ജനങ്ങളുടെ സ്വഭാവമാണിത്. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മൾ രാജാക്കന്മാരാണെങ്കിൽ നമ്മുടെ അകത്ത് എത്ര ഉണ്ടായിരിക്കണം? നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ചിലപ്പോൾ ആളുകൾ ഇച്ചിരി കുറയും ഇത് വിശകലനം ചെയ്യുമ്പോൾ. കിങ്ഡം മിനിസ്ട്രി എന്ന് കേൾക്കുമ്പം, കിങ്ഡം ടെസ്റ്റ് എന്ന് കേൾക്കുമ്പം, കിങ്ഡം അനോയിന്റിംഗ് എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആൾക്കാർ കിങ്ഡം മാനിഫെസ്റ്റോ പഠിക്കാൻ ഉണ്ടാവില്ല. ഞാൻ അതുകൊണ്ട് തന്നെയാണ് അത് ഇട്ടത്. താല്പര്യമുള്ളവർ വന്നാൽ മതി എന്നുള്ള ചിന്ത തന്നെയാണ്. പക്ഷെ ഇത് അമിതമായ പ്രാധാന്യതയുള്ളതാണ്. ഓക്കെ, നമുക്ക് പിന്നെ 7 വിഭജിക്കാം. ആദ്യം ഒന്ന്, കിങ്ഡം രാജ്യജനങ്ങളുടെ സ്വഭാവം. 5 മുതൽ 5-ന്റെ 1 തൊട്ട് 12 വരെ. ഞാൻ ഓരോ പാർട്ട് പറയുമ്പം അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതോ അല്ലെങ്കിൽ നിങ്ങളെ സ്പർശിച്ചതോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായ ഒരു വാക്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് പറയാം കേട്ടോ. എനിക്ക് ചെറിയ റെസ്റ്റിനും കൂടെ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. രണ്ടാമത്തെ ഭാഗത്ത് കാണുന്നത് രാജ്യജനങ്ങളുടെ സ്വാധീനത. ജനങ്ങളുടെ മേൽ, ലോക ജനങ്ങളുടെ മേൽ ഈ രാജ്യത്തിന്റെ ജനങ്ങൾക്കുള്ള സ്വാധീനതയാണ് 5-13 തൊട്ട് 16 വരെ പറയുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വാക്യം പറഞ്ഞു നോക്കിയേ. 14. ഒന്നുമില്ല. 14 എന്തുവാ? You are the light of the world. അപ്പൊ ലോകജനത്തിന്റെ മേൽ, ലോക ജനതകളുടെ മേൽ ഈ രാജ്യത്തിന്റെ പ്രജകൾക്ക് സ്വാധീനതയുണ്ട്. നമ്മൾ പറയുന്നവർ മാത്രമല്ല, നമ്മൾ പഠിപ്പിക്കുന്നവർ മാത്രമല്ല, നമ്മൾ സ്വാധീനത ചെലുത്തുന്നവരാണ്. നമ്മൾ വരം തുറക്കുന്നവർ മാത്രമല്ല. ഇപ്പൊ ചില ആൾക്കാർ, പക്ഷേ എനിക്ക് ശുശ്രൂഷയൊന്നുമില്ല, എനിക്ക് അങ്ങനെ ഇന്നയാളെ പോലെ വരമൊന്നുമില്ല. വേണ്ട, എന്തിനാ വരം വേണമെന്ന് പറഞ്ഞേ? ഉപ്പിന് ഒരു വരവും ഇല്ല. ഉപ്പിന്റെ വരം എന്താണെന്നറിയോ? ഉപ്പിന്റെ വരം വെള്ളത്തിൽ വീണ് അലിഞ്ഞു പോകുന്നതാണ് ഉപ്പിന്റെ വരം. ഹലോ, നിങ്ങൾ ലോകത്തിന്റെ മിണ്ടുന്നില്ല. നിങ്ങൾ ലോകത്തിന്റെ 13 വാക്യം, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു. ഉപ്പിനോട് ഞാൻ, ഉപ്പേ നിന്റെ വരം എന്താ? നിനക്ക് കിട്ടിയ വരം എന്താ? ഉപ്പ് പറയാ, എന്നെ വെള്ളത്തിലിട്ടാ ഞാൻ വെള്ളത്തിൽ അലിഞ്ഞു ചേരും, എന്നെ പിന്നെ ആരും കാണുകയില്ല. നിങ്ങളെ ആരും കാണാതെ വണ്ണം മറ്റുള്ളവർക്ക് രുചി കൊടുക്കുവാൻ നിങ്ങൾ ഒന്നിൽ അലിഞ്ഞു ചേരുന്നുണ്ടെങ്കിൽ അർത്ഥാൽ നിങ്ങൾ മറ്റുള്ളവരെ സ്വാധീനിക്കുന്നവരാണ്, മറ്റുള്ളവർക്ക് ടേസ്റ്റ് കൊടുക്കുന്നവരാണ്. മറ്റുള്ളവർ ജീവിതത്തിൽ ടേസ്റ്റ് നഷ്ടപ്പെട്ടവരായി, ലോകത്ത് നിരാശ വന്ന് മരിക്കാനായി, ആത്മഹത്യ മതി, ജീവിക്കണ്ട എന്ന് പറയുന്ന വ്യക്തികൾ എപ്പോഴെങ്കിലും നിങ്ങളെ കണ്ട് സംസാരിച്ചപ്പോൾ അവർക്ക് ജീവിക്കാനൊരു ആശ വന്നോ? അയ്യോ, എന്നെ കണ്ട് 100 കണക്കിന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. 100 കണക്കിന് ആൾക്കാർ. ഞാൻ പ്രാഗൽഭ്യത്തോടെ കാര്യം പറയാം. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ പഠനമോ നമ്മുടെ കഴിവോ നമ്മുടെ പ്രാപ്തിയൊന്നുമല്ല. നമ്മൾ ലോകത്തിന്റെ ഉപ്പായതിനാൽ നമ്മോട് സംസാരിക്കുമ്പോൾ ദൈവം അവർക്ക് ടേസ്റ്റ് കൊടുക്കുകയാണ്. ടേസ്റ്റ് കൊടുക്കുക. നമുക്കൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ഒരു ടേസ്റ്റ് ദൈവം തന്നിട്ടുണ്ട്. അത് തകർന്ന കുടുംബങ്ങളെ, ആസ്വാദനം നഷ്ടപ്പെട്ട കുടുംബങ്ങളെ അത് ടേസ്റ്റിലേക്ക് കൊണ്ടുവരുന്നതാണ്, അത് രുചിയിലേക്ക് കൊണ്ടുവരുന്നതാണ്. നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇത് ഞാനിങ്ങനെ ഓരോന്ന് പറയാൻ പോയി കഴിഞ്ഞാൽ അവിടെ കൊണ്ട് നിർത്തേണ്ടി വരും. അപ്പോൾ ലോകത്തിൻ്റെ മേൽ നിങ്ങൾക്ക് സ്വാധീനതയുണ്ട്. ലോകജനങ്ങളുടെ മേൽ നിങ്ങൾക്ക് സ്വാധീനതയുണ്ട്. 5:13 മുതൽ 16 വരെ. ഇനി 5:17 മുതൽ 5:48 വരെയുള്ള വാക്യങ്ങൾ, ഇത് ഈ രാജ്യത്തിന്റെ ലോയാണ്, നിയമമാണ്. ദൈവരാജ്യത്തിന്റെ നിയമമാണ്. 5:17 മുതൽ 48 വരെ. ഇത് നമ്മൾ പഠിക്കുമ്പോൾ, ഇത് ഞാൻ വിശദമായിട്ട് പഠിപ്പിക്കും കേട്ടോ. പഠിക്കുമ്പോൾ പഴയ നിയമത്തെ നീക്കുവാനല്ല, നിവർത്തിക്കാനത്രേ കർത്താവ് വന്നത്. ഇത്
അപ്പൊ ദൈവരാജ്യത്തിന്റെ നിയമം, ദൈവരാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രധാന ഭാഗങ്ങൾ ഒന്നാണ് നിയമം. പഴയ നിയമത്തിൽ പറഞ്ഞതിനെ മൊത്തം ദൈവം പുതുതാക്കി മാറ്റി. അവനൊരു പുതിയ വേർഷൻ കൊണ്ടുവന്നു. നമ്മുടെ ഈ മൊബൈലുകളിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടക്കും. പണ്ട് നമ്മൾ മേടിച്ച മൊബൈലിൽ ഒരു പഴയ സോഫ്റ്റ്വെയർ ആയിരിക്കും. ആ സോഫ്റ്റ്വെയർ നമ്മൾ അപ്ഡേറ്റ് ചെയ്തില്ല. ഇപ്പോൾ സൂം പ്ലാറ്റ്ഫോമിൽ നമ്മൾ പുതിയ വെർഷൻ വരുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഈ സാധനം മര്യാദയ്ക്ക് വർക്ക് ചെയ്യല. പഴയതുമല്ല പുതിയതുമല്ല, അതൊരു വല്ലാത്ത കുറഞ്ഞ പരുവത്തിലായി പോകും. പണ്ട് നമ്മൾ ചില ദിവസം പണ്ട് നമുക്ക് പലവട്ടം അങ്ങനെ അബദ്ധം ഉണ്ടായിട്ടുണ്ട്. രാവിലെ ഈ സാധനം അപ്ഡേറ്റ് ചെയ്യാൻ രാവിലെ രാത്രി ആയിരിക്കും അപ്ഡേഷൻ വന്ന് കിടക്കുന്നത്. നമ്മൾ അപ്ഡേഷൻ ചെയ്തിട്ടില്ല. ആൾക്കാർ കേൾക്കുന്നില്ല, കാണുന്നില്ല, പറയുന്നില്ല, സ്റ്റക്കായി നിൽക്കുക. എന്താണെന്നൊരു പിടുത്തമില്ല. കാര്യം ഇതാണ്, അപ്ഡേഷൻ നടന്നില്ല. പണ്ട് അപ്ഡേഷന്റെ ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ അപ്ഡേഷൻ ചെയ്തോളണം, പിന്നെ പഴയതിൽ ജീവിക്കരുത് എന്ന് പറഞ്ഞതുപോലെ പുതിയ നിയമത്തെ ദൈവരാജ്യത്തിന്റെ രാജാവ് അവതരിപ്പിക്കുകയാണ്. ഇത് അവതരിപ്പിച്ചാൽ പിന്നെ ഇത് ജീവിച്ചോളണം. ചില ആൾക്കാരുണ്ട് പഴയതിൽ ജീവിക്കുകയും ചെയ്യുക, പുതിയവന്റെ താക്കോലും വേണം. പഴയതിൽ ജീവിക്കുക, പുതിയവന്റെ അഭിഷേകം വേണം. ഇവിടുത്തെ ശുശ്രൂഷ വേണം, പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ വേണം. പഴയ നിയമത്തിൽ ജീവിക്കുകയാണ്. രണ്ടും കൂടെ മടക്കുകയില്ല. പഴയ തുരുത്തിക്കകത്ത് പുതിയ വീഞ്ഞ് പകരാൻ കഴിവുള്ളവല്ല. അതുകൊണ്ട് ദൈവരാജ്യത്തിന്റെ നിയമങ്ങൾക്ക് ഒരു പുതിയ തലം ഇവിടെ തുറക്കുകയാണ്. 5:17 മുതൽ 48 വരെ. ഇനി അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം പറയാമോ? ഒരു മിനിറ്റ് എനിക്ക് റെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരാൾ പറഞ്ഞു അതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്നുമില്ലേ? ഇതെല്ലാം പ്രശ്നമാണ്. ഇത് മൊത്തം പ്രശ്നമാണ്. ഇത് മൊത്തം തപ്പി നോക്കിയിട്ട് ഒരു സന്തോഷിപ്പിക്കുന്ന വാക്യം കിട്ടുന്നില്ല. ഞാൻ നിങ്ങൾക്ക് സന്തോഷിപ്പിക്കാൻ ഒരു വാക്യം പറഞ്ഞു തരാം. അതിൻ്റെ 44 വാക്യം ഞാനൊന്നും കൊണ്ട് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് വാക്യമാണ്. ഈ 3 അധ്യായത്തിൽ ഏറ്റവും അടിയിൽ വരയ്ക്കാൻ പറ്റുന്ന വാക്യമാണ്. നിങ്ങളുടെ ശത്രുക്കൾ എന്ത് ചെയ്യുക? ഞാനത് വിശദമായിട്ട് പഠിപ്പിക്കാറുണ്ട്. ഇപ്പം ഞാൻ അവിടെ നിൽക്കുന്നില്ല. നമുക്ക് 6-ാം അധ്യായത്തിലേക്ക് വരാം. 6-ാം അധ്യായത്തിൽ ഇവരുടെ പ്രവൃത്തി പറയുകയാണ്. കിങ്ഡം കൾച്ചറിൽ ജീവിക്കുന്നവരെ, കിങ്ഡത്തിൽ ദൈവരാജ്യത്തിൽ ജീവിക്കുന്നവരുടെ പ്രവർത്തികൾ, അവരിന്ന് പുറത്തു വരേണ്ട നിലവാരം പറയുകയാണ്. മറ്റൊരു നിയമമാണ്, രാജ്യത്തിൻ്റെ നിയമമാണ്. രാജ്യത്തിൻ്റെ നിയമം പറഞ്ഞു, സ്വാധീനത പറഞ്ഞു, ഇതിനകത്തുള്ള സ്വഭാവം പറഞ്ഞു, ജനത്തിൻ്റെ സ്വഭാവം പറഞ്ഞു. ഇനി ഇവിടെ നമ്മുടെ പ്രവർത്തികളിൽ, നമ്മുടെ അനുദിന ജീവിതത്തിൽ വെളിപ്പെട്ടു വരേണ്ട പ്രവർത്തികൾ പറയുകയാണ്, സ്വഭാവം പറയുകയാണ്, നീതി, റൈച്ചസ് പറയുകയാണ്. നിയമം ദൈവരാജ്യത്തിന് നിയമമുണ്ട്. നമ്മിൽ നിന്ന് വെളിപ്പെടേണ്ട നമ്മുടെ സ്വഭാവമുണ്ട്. ഇവിടെ നമ്മുടെ നിലവാരം എന്ന് പറയാം. എന്താ? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിൽ പ്രാർത്ഥിക്കണം. കണ്ടോ? അത് നിങ്ങളുടെ മൂല്യതയാണ്. ചിലർക്ക് പൊതുവിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലെങ്കിൽ പിണങ്ങുന്ന ആൾക്കാരുണ്ട്. പാസ്റ്റർ, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സമയം തന്നില്ല. ഒരാൾ നമ്മുടെ ചർച്ചയിൽ നിന്ന് പോകാനുള്ള കാരണം, പാസ്റ്റർ ഞാൻ ആ ചർച്ചയിൽ ചെന്നപ്പോൾ അവിടുത്തെ പാസ്റ്റർ എന്നോട് പറഞ്ഞു, ബ്രദർ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞു. നമ്മുടെ പാസ്റ്റർ ഇതുവരെ പ്രാർത്ഥിക്കാൻ സമയം തന്നില്ല. ഞാൻ എങ്ങനെ ആൾക്ക് പ്രാർത്ഥിക്കാൻ സമയം കൊടുക്കുന്നത്? എനിക്ക് ആളുടെ 1-2 കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ആൾ പൊതുവി പ്രാർത്ഥിച്ചിട്ടുള്ള അനുഗ്രഹ സഭായോഗത്തിന് വേണ്ട എന്ന് ഞാനും തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇതാർക്കും അറിയില്ല. ഞാനിത് ആരും പുറത്ത് പറയാറുമില്ല. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പുറമെ പ്രാർത്ഥിക്കുവാൻ, ചന്തസ്ഥലങ്ങളിലും പൊതുസ്ഥലങ്ങളിലും പ്രാർത്ഥിക്കുവാനും അതുകൊണ്ട് പേരുണ്ടാക്കുവാനും. ഞാൻ ഒരു ക്രൂസൈഡ് നടക്കുക തൃശ്ശൂർ. അപ്പം ഞാൻ അതിൻ്റെ മെയിൻ കോർഡിനേറ്ററാണ്. നമ്മുടെ പവർ വിഷൻ്റെ ആദ്യത്തെ മീറ്റിംഗ് തൃശ്ശൂർ നടക്കുക 2008. അപ്പം കോർപ്പറേഷൻ ഗ്രൗണ്ടിൽ നടക്കുകയാണ്. 10,000-ൽ പരം ആൾക്കാർ കൂടിയേക്കാണ് മീറ്റിങ്ങിന്. അപ്പം ഞാനാണ് അതിൻ്റെ മെയിൻ കോർഡിനേറ്റർ, പ്രോഗ്രാം കോർഡിനേറ്റർ ഞാനാണ്. അപ്പം ഈ പ്രാർത്ഥനയൊക്കെ നമ്മളാണ് ലിസ്റ്റ് ഇടുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും നന്നായി പ്രസംഗിക്കുന്ന ഒരു ദൈവദാസനെ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട്, നന്നായിട്ട് എല്ലാവരും അറിയുന്ന പ്രസംഗകനായ ഒരു ദൈവദാസന് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ലിസ്റ്റ് ഇട്ട് കൊടുത്തു, പ്രയർ എഴുതി കൊടുത്തു. നന്നായി പ്രാർത്ഥിച്ചു ആള്, നല്ല രസമായിട്ട് പ്രാർത്ഥിച്ചു. ഭയങ്കര വാഗ്വൈഭവത്തോടെ പദങ്ങളൊക്കെ ചേർത്ത് നല്ല രസകരമായിട്ട് പ്രാർത്ഥിച്ചു. ഒരു പ്രസംഗം പോലെ പ്രാർത്ഥിച്ചു ആള്. സമയം കൂടുതൽ എടുത്തു, പക്ഷെ നന്നായി, എനിക്കിഷ്ടമായി. പക്ഷേ താനിങ്ങ് ഇറങ്ങി വന്നിട്ട് എന്നോട് ചോദിച്ചു, സജി പാസ്റ്റർ എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ പ്രാർത്ഥന? ഞാൻ അതോടുകൂടെ തല കൈ വെച്ചു. പിന്നെ ഞാൻ ഇന്ന് വരെ
ഒരൊറ്റ മീറ്റിങ്ങിൽ, ഞാൻ കോർഡിനേറ്റർ ആയിരിക്കുന്ന മീറ്റിംഗിൽ ആള് പ്രാർത്ഥിക്കാൻ സമയം കൊടുത്തിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പുള്ളി പ്രാർത്ഥിച്ച എന്തിനാ? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെല്ലാവരും കേട്ടിട്ട് പ്രാർത്ഥനയെ കുറിച്ചുള്ള എന്റെ വൈഭവം എങ്ങനെയുണ്ട് എന്നോട് ചോദിക്കുക. അപ്പൊ ആരോടെ പ്രാർത്ഥിച്ച? എന്നോടാണോ ദൈവത്തോടാണോ? നമ്മുടെ പ്രാർത്ഥന ദൈവത്തോടാണ്. രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക. കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അതിനകത്ത്, ഞാൻ എല്ലാം കൂടി ഇപ്പൊ പറയുന്നില്ല. രഹസ്യത്തിൽ ചെയ്താൽ രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. അപ്പം ഈ രാജ്യത്തിൻ്റെ പ്രവർത്തികൾ, നീതി, സ്വഭാവം, നിലവാരം നമ്മിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതാണ് അതിൻ്റെ 18 വരെയുള്ള വാക്യങ്ങൾ. ഇനി അതിൻ്റെ 19 തൊട്ടുള്ള വാക്യങ്ങളാണ്. 19 തൊട്ട് 34 വരെയുള്ള കാര്യങ്ങളിൽ ഭൗതികത്തോടുള്ള നിങ്ങളുടെ മനോഭാവം, സാമ്പത്തികത്തോടുള്ള കിങ്ഡം മൈൻഡ് ഫൈനാൻസിനുള്ള ബന്ധത്തിൽ എങ്ങനെയായിരിക്കണം എന്നതാണ് അതിൻ്റെ 19 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ നിക്ഷേപം എവിടെയായിരിക്കണം, നിങ്ങളുടെ കണ്ണ് എവിടെയായിരിക്കണം, നിങ്ങളെക്കുറിച്ച് വിചാരപ്പെടുന്നൊരു കർത്താവുണ്ട്, നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നൊരു കർത്താവുണ്ട്, അവനിലായിരിക്കണം നിങ്ങളുടെ മൈൻഡിനെ സെറ്റ് ചെയ്യേണ്ടത്. ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ കിങ്ഡം ഫൈനാൻസിനെ കുറിച്ച് നിങ്ങൾ വെളിപ്പാടുള്ളവരായിരിക്കണം. നിങ്ങൾ വ്യാകുലപ്പെടുകയോ വിചാരപ്പെടുകയോ നിങ്ങളുടെ കണ്ണവിൽ വെക്കുകയോ, നിങ്ങളിവിടെ സ്വരൂപിക്കുന്നതിൽ, ഇവിടെ നിങ്ങൾ സമ്പത്ത് സ്വരൂപിക്കുന്നതിൽ നിങ്ങളുടെ മനസ്സ് വെക്കുന്നതൊക്കെ കിങ്ഡം ഫൈനാൻസിന് എതിരാണ് എന്ന് കൃത്യമായി ദൈവാത്മ പഠിപ്പിക്കുന്ന ഭാഗമാണ് 6-ാം അധ്യായത്തിൻ്റെ 19 തൊട്ട് 34 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? കർത്താവേ. ഇനി 7-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കിവിടെ കിങ്ഡത്തിൻ്റെ തത്വം കാണാം, പ്രിൻസിപ്പിൾ കാണാം. മറ്റുള്ളവരോടുള്ള ഇടപെടലുകളോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ അകത്തുണ്ടായിരിക്കേണ്ട പ്രിൻസിപ്പിൾ കാണാം. നമ്മുടെ കണ്ണിൽ കോലിരിക്കുക, അടുത്ത ആളുടെ കണ്ണിലെ കരടെടുക്കാൻ മടക്കും. കപടഭക്തി. ഹലോ, നിങ്ങൾ മനുഷ്യര് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നാണോ നിങ്ങൾ ഇച്ഛിക്കുന്നത്, നിങ്ങൾ അത് അവർക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ട വാക്യം, എനിക്ക് ഇഷ്ടപ്പെട്ട വാക്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. 7:12. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്യത്തെ സെലക്ട് ചെയ്യാം. 7:12 എനിക്ക് ഇഷ്ടപ്പെട്ട വാക്യം അതാണ്. 7-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിച്ചു നോക്കിയേ. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. മനുഷ്യർ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നുവോ അത് നിങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് ചെയ്യണം. നിങ്ങൾ ഒരാളെ സ്നേഹിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്നേഹം കിട്ടി നമ്മൾ ആ വ്യക്തിയോട് വഴക്കുണ്ടാക്കും. ഒരു വ്യക്തി നമ്മളെ സഹായിക്കണമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ വ്യക്തിയെ സഹായിക്കുക. കിങ്ഡം പ്രിൻസിപ്പിൾ അതാണ്, കിങ്ഡം തത്വം അതാണ്. മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകളിൽ നിങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ തിരിച്ചങ്ങോട്ട് ചെയ്യാൻ തുടങ്ങിയാൽ, അങ്ങനെ ഇടപെടുന്ന ഒരു ഗ്രൂപ്പിനെ നിങ്ങൾ നോക്കിയേ. ശരി, ഇപ്പൊ ഞാൻ ഒരാളെ, എനിക്ക് ഒരു ആഗ്രഹം, നിങ്ങൾ ആരെയും അപ്പൊ ഞാൻ നിങ്ങൾക്കത് ചെയ്യാൻ തുടങ്ങുന്നു. നിങ്ങൾക്കൊരു ആഗ്രഹം, നിങ്ങൾ അമേരിക്ക ചെയ്യാൻ തുടങ്ങുന്നു. ചുരുക്കി പറഞ്ഞാൽ കുറച്ച് സമയം കൊണ്ട് ആ ഒരു കൂട്ടത്തിന്റെ നിലവാരം ആലോചിച്ച് നോക്കിയേ. ഒരാൾക്കും ഒരു പരാതി ഉണ്ടാകില്ല, ഒരാൾക്കൊരു വിഷമുണ്ടാകില്ല, ഒരാൾക്കൊരു പിണക്കമുണ്ടാകില്ല. കാരണം എനിക്ക് പിണങ്ങാൻ പറ്റുന്നില്ല. ഒരാളെ എനിക്ക് ചെയ്യണമെന്ന് തോന്നുന്നു, ഞാൻ ആൾക്ക് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യം കിട്ടാതാകുമ്പോഴാണ് എൻ്റെ അകത്ത് എന്ത് വരുന്നത്? പരാതി വരുന്നത്. ഞാൻ ആ പരാതി എങ്ങനെ പരിഹരിക്കുന്നു? ഞാൻ ആ പരാതിയെ, എൻ്റെ അവസ്ഥയെ ഞാൻ എൻ്റെ സ്വഭാവമാക്കി മാറ്റുന്നു. ഞാൻ ആ വ്യക്തി എന്താണോ ഇങ്ങോട്ട് വേണമെന്ന് ഞാൻ ചിന്തിച്ചത് ഞാൻ അങ്ങോട്ട് ചെയ്യുന്നു. ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഈ വചനങ്ങളെ കേട്ട് വീട് പണിയുന്നവൻ ബുദ്ധിയുള്ളവനാണ്, അവൻ പാറമേൽ വീട് പണിതവനാണ്. അവരുടെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകില്ല. കർത്താവേ, ഞാൻ നിർത്തിയ ഭാഗം 7-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ഇനി 7-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം മുതൽ 29-ാം വാക്യം വരെയുള്ള വാക്യങ്ങളാണ്. അതിനകത്തൊരു വാക്യം പറഞ്ഞു നോക്കിയേ. അതിനകത്തൊരു വാക്യമാരും നല്ല നോക്കിയേ. നല്ലതല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ അടിസ്ഥാനമായിരിക്കണം ഈ ഭാഗം. ദൈനംദിന ജീവിതത്തിലെ അടിത്തറ, ജീവിതത്തിൽ ജോലി സ്ഥലത്ത് നിങ്ങളുടെ അടിത്തറയായിരിക്കേണ്ട ഭാഗമാണ് 7:13 തൊട്ട് 29 വരെയുള്ള വാക്യങ്ങളിൽ. ഒരു വാക്യം ആരൊരാൾ പറഞ്ഞോ? കർത്താവേ. 17-ാം വാക്യം, നല്ല ഫലം, നല്ല വൃക്ഷമൊക്കെയും
നല്ല ഫലം കായ്ക്കും. ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞോട്ടെ, ഞാൻ ഒരെണ്ണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളേ. നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കും. തൊട്ട് താഴെയുണ്ട്, ശുശ്രൂഷകളല്ല, നമ്മുടെ അകത്ത് സ്വഭാവമാണ്. കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ കുറെ കാര്യം ചെയ്തല്ലോ. കർത്താവ് പറയും, എൻ്റെ നാമത്തിൽ കുറെ കാര്യങ്ങൾ ചെയ്യുന്നതിനാലല്ല, നിങ്ങൾ എന്നെ അറിയുന്നില്ല. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്ര സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ശുശ്രൂഷയല്ല, ജീവിതത്തിൽ അവനെ അറിയുന്നതാണ് പ്രാധാന്യത. ശുശ്രൂഷ വേണം കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മൾ 7 ഭാഗമായിട്ട് ഈ 3 അധ്യായത്തെ തിരിച്ചു. ആരിലും ഒരാൾ എഴുതിയതൊന്ന് വായിച്ചു, എന്നിട്ട് ഞാൻ ഇതിനെ കൺക്ലൂഡ് ചെയ്യാം. ആരും എഴുതിയില്ലേ? 7:13 മുതൽ 29 വരെ. രാജ്യജനങ്ങൾ ജീവിതത്തിലും ജോലിസ്ഥലത്തുമായിരിക്കുമ്പോൾ അവരുടെ ദൈനംദിന ജീവിതത്തിൽ വെളിപ്പെടേണ്ട അടിസ്ഥാന ഘടകങ്ങൾ. രാജ്യജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാന ഘടകങ്ങളാണിത്. അപ്പൊ ഈ കിങ്ഡം കൾച്ചറിന്റെ മേൽ വേണം നമുക്ക് നമ്മുടെ ഭവനം പണിയാൻ. അർത്ഥാൽ ദൈവരാജ്യം പണിയാൻ. ഓക്കെ, ആ 7 വിഭജനം എല്ലാവർക്കും കിട്ടിയോ എന്ന് പറഞ്ഞോ. വേഗത്തിൽ പറയാം, സമയം പോയി. 15 മിനിറ്റോളൂ ഇനി. നിങ്ങൾ ആരും എഴുതിയില്ലേ? ഞാൻ പറയണോ? ആ പറഞ്ഞു. Nature of the kingdom citizens, Matthew 5:1-12. എല്ലാവരും നോക്കിക്കോട്ടോ, എഴുതിയ തെറ്റുണ്ടെങ്കിൽ തിരുത്തിക്കോട്ടോ. ഇംഗ്ലീഷും മലയാളം തമ്മിൽ എനിക്ക് അറിയില്ല. പറഞ്ഞു. Influence of the kingdom citizens over the world, Matthew 5:13-16. Law of the kingdom of God, Matthew 5:17-48. Standard of the kingdom people, Matthew 6:1-19. 18, okay. Kingdom mind to finance, like kingdom attitude to finance, Matthew 6:19-34. Kingdom principle, Matthew 7:1-12. Practices for daily living for kingdom people, Matthew 7:13-29. ഒരാഴ്ച സമയം തരാം. ഈ 3 അധ്യായം ഒരു വട്ടം ഈ വിഭജനം വെച്ചുകൊണ്ടൊന്ന് വായിക്കുവോ? ഈ വിഭജനം ഉള്ളി വെച്ചുകൊണ്ട് ഒന്ന് വായിക്കുവോ? ഞാൻ നിർബന്ധം പറയുന്നില്ല, കൈ പൊക്കിക്കുന്നുമില്ല. എന്തിനാ വെറുതെ ഒരു പ്രാവശ്യം കൊണ്ട് നമ്മളെ കൊണ്ട് തെറ്റിയിരിക്കുന്നത്? അപ്പം ഞാൻ ദേവദാസന്മാർ പ്രസംഗിക്കുമ്പം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ അപ്പച്ചിരിക്കും ഉള്ളിൽ. ഇതിനകത്ത് ഒരാൾ ഒരു സാധനം വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യില്ല, വായിക്കുകയല്ല. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്ത് ഇതിൻ്റെ ഒരു അവലോകനം, ഇതിനകത്ത് ഈ വിഷയത്തിലേക്ക് ഇപ്പം ഇന്ന് രാവിലെ എനിക്ക് കടക്കാൻ സമയമില്ല. നമ്മൾ ഇതിനകത്ത് ഒന്നുകൂടെ ഞാൻ ഒന്ന് ക്ലിയർ കട്ട് ചെയ്യുകയാണ്. ഒന്ന്, കുഞ്ഞാട്, യേശു ക്രിസ്തു കുഞ്ഞാടായിട്ട് വെളിപ്പെട്ടു. അത് നദീതീരത്ത് വെച്ച്, യോർദാൻ നദീതീരത്ത് വെച്ച് യേശു ക്രിസ്തു വെളിച്ചമായിട്ട് പ്രദർശിപ്പിക്കപ്പെട്ടു ഗലീല കടലിൻ്റെ തീരത്ത് വെച്ച്. എന്നാൽ യേശു ക്രിസ്തു സ്വർഗരാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ തുറക്കാൻ കടലോ നദിയോ അല്ല തിരഞ്ഞെടുത്തത്, ഒരു പർവ്വതമാണ് തിരഞ്ഞെടുത്തത്. ഉയർന്ന മലയാണ് തിരഞ്ഞെടുത്തത്. അപ്പൊ നദീതീരത്ത് വെച്ചും കടൽ തീരത്ത് വെച്ചും അവൻ ആരാണെന്നുള്ള വെളിപ്പാട് കിട്ടിയവരെ പെറുക്കിയെടുത്ത്, എൻ്റെ ഭാഷ പറയാണ് കേട്ടോ, ചേർത്തെടുത്ത് ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. ആ ഉയർന്ന മലയിൽ പുരുഷാരം അവൻ്റെ പുറകെ വന്നു. പുരുഷാരം വരാൻ കാരണം എന്താ? 4-ാം അധ്യായത്തിൽ യാത്ര ചെയ്തു, പഠിപ്പിച്ചു, പ്രസംഗിച്ചു, ഒരു കൂട്ടത്തെ സൗഖ്യമാക്കി, ജനത്ത് വന്നവരെ മൊത്തം സൗഖ്യമാക്കി. അപ്പൊ ജനം അവൻ്റെ പുറകെ ഒഴുകാൻ തുടങ്ങി.
അപ്പൊ എന്തുണ്ടായത്? അവര് മൊത്തം അവന്റെ പുറകെ വന്നു. പക്ഷെ മലമേൽ ഇരുന്നപ്പോ പുരുഷാരം അവന്റെ അടുക്കൽ വന്നു. ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു. പുരുഷാരം പിന്തുടർന്നു, ശിഷ്യന്മാർ അടുക്കൽ വന്നു. ഞാൻ ഈ പറയുന്ന ഓരോ പദങ്ങൾക്കും അർത്ഥവ്യാപ്തിയുണ്ട് കേട്ടോ. അത്ഭുതങ്ങൾ കണ്ടവർ, ദൈവപ്രവൃത്തി കണ്ടവർ, സൗഖ്യം അനുഭവിച്ചവർ യേശുവിനെ പിന്തുടരും. പക്ഷേ ശിഷ്യന്മാർ അവന്റെ അടുക്കലേക്ക് വരും. ഒന്നുകൂടെ പറയാം. പുരുഷന്മാർ കാണുന്നതിൽ ആശ്ചര്യമുള്ളവരാണ്. ശിഷ്യന്മാർ കാണുന്നതിനേക്കാളപ്പുറമായി കാണിച്ചു തന്നവനിൽ നിന്ന് പഠിക്കാൻ അവന്റെ അടുക്കിലേക്ക് വരുന്നവരാണ്. രണ്ടും രണ്ടാണ് കേട്ടോ. ശിഷ്യനും പുരുഷാരവും. 5:1 രണ്ടും ഉണ്ട്. അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി. വായിച്ചു 5:1 വായിച്ച്. അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. ആരടുക്ക വന്നു? അപ്പൊ പുരുഷാരത്തെ കണ്ടപ്പോ യേശു മലയുടെ മുകളിലേക്ക് പോയി. അപ്പൊ മലയുടെ മുകളിലേക്ക് ആര് വന്നു? ശിഷ്യന്മാർ. അപ്പൊ പുരുഷാരം താഴ്വരയിൽ, ശിഷ്യന്മാർ മലമുകളിൽ. താഴ്വരയിൽ അത്ഭുതം. നദീതീരത്ത് യോർദാന്റെ കടവിൽ ഹെവൻ തുറക്കുന്നു. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? യോർദാന്റെ തീരത്ത് സ്വർഗം തുറക്കുന്നു, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു, പിതാവാം ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാട് കേൾക്കുന്നു. ഭയങ്കര സംഭവം നടക്കുക. എവിടെയാ? യോർദാൻ നദിയിൽ. കടലിലോ? കടലിൽ യേശുവിന്റെ വാക്കിനെ അവർ വലയിറക്കുന്നു. പടക് നിറയെ മീൻ വരുന്നു. അത്ഭുതകരമായ ഇടപെടൽ നടക്കുന്നു. യോർദാനും കടലും, യോർദാനും ഗലീല കടലും നോക്കിയേ, സംഭവങ്ങളാൽ നടക്കുന്ന ഘടനകളാൽ, തുറക്കുന്ന സ്വർഗത്താൽ, ഇറങ്ങി വരുന്ന ആത്മാവിനാൽ, കേൾക്കുന്ന ശബ്ദത്താൽ, നിറയുന്ന പടക് നിറയുന്ന മീനിനാൽ, കാണത്തക്കവണ്ണമുള്ള സംഭവവികാസങ്ങളാൽ കാണുന്നവരെ ആശ്ചര്യപ്പെടുത്തുന്ന സ്ഥലമാണ് നദീതീരവും കടൽ തീരവും. പക്ഷെ മലമുകളിൽ ഒരു അത്ഭുതം ഇല്ല കേട്ടോ. മലമുകളിൽ പടക് നിറയുന്നില്ല, മലമുകളിൽ സ്വർഗം തുറക്കുന്നില്ല, മലമുകളിൽ, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? മലമുകളിൽ നോക്കിയേ, അസാധാരണമായതൊന്നും നടക്കുന്നില്ല. പക്ഷേ കടലിലും നോക്കിയേ, നദീതീരത്തും തുറക്കാത്ത കിങ്ഡം കോൺസ്റ്റിറ്റ്യൂഷൻ, ദൈവരാജ്യത്തിന്റെ സ്ഥാനാപതികളായി നിയമിക്കാനുള്ള 12 പേരിലേക്ക് അവൻ കൈമാറുകയാണ്. ഒരാമ്യം പറയാൻ പറ്റുമെങ്കിൽ ശക്തിയോട് ആമ്യം പറഞ്ഞ കർത്താവിന്. നദീതീരത്ത് ഭയങ്കരമായ മാനസാമരം നടന്ന ജനം സ്നാനപ്പെടുന്നു. കടൽ തീരത്ത് കൂട്ടമായ അത്ഭുതങ്ങൾ ജനം കാണുന്നു. പക്ഷേ ഇത് രണ്ടിലും നിങ്ങൾ തൃപ്തിപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു സാധാ വിശ്വാസി മാത്രമാണ്. എന്നാൽ നിങ്ങൾ ശിഷ്യനാണോ എന്ന് എപ്പോൾ അറിയാം? ശിഷ്യനാണോ എന്ന് അറിയുന്നത് ഒരു ദൈവപ്രവൃത്തി നടക്കുന്ന ഒരു മീറ്റിംഗിനകത്ത് നിങ്ങൾ വരുന്നതിനാലല്ല. കിങ്ഡം കോൺസ്റ്റിറ്റ്യൂഷൻ, കർത്താവിന്റെ നിയമങ്ങൾ, കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്ന സ്വഭാവങ്ങൾ, കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്ന തത്വങ്ങൾ ആർജിക്കപ്പെടുത്തിയെടുക്കാൻ, അല്ലെങ്കിൽ നമ്മിൽ അവന്റെ നിലവാരത്തിലേക്ക് വളരാൻ അവന്റെ കാൽക്കലിരുന്ന് പഠിക്കുന്ന ഒരു പ്രകൃതി നിങ്ങൾക്കുണ്ടോ? ഞാൻ ഈ വചനാടിസ്ഥാനത്തിൽ പറയും, നിങ്ങൾ പുരുഷാരമല്ല, നിങ്ങൾ ശിഷ്യന്മാരാണ്. ഞാനപ്പോ അതൊന്നുകൂടെ പറയും, നിങ്ങൾ പുരുഷാരമല്ല, നിങ്ങൾ ശിഷ്യന്മാരാണ്. പുരുഷാരം അത്ഭുതങ്ങൾ കാണും, പുരുഷാരം അതിശയങ്ങൾ കാണും, പുരുഷാരം ദൈവശബ്ദം കേൾക്കും, പുരുഷാരം പ്രവചനദൂത് കേൾക്കും. പക്ഷേ ദൈവരാജ്യത്തിന്റെ തത്വങ്ങൾ പഠിക്കാനിരിക്കുന്നവർ അവർ പുരുഷാരമല്ല, പുരുഷാരത്തിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട ശിഷ്യന്മാരാണ്. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ വളരട്ടെ. അവനായിട്ട് നിങ്ങളുടെ അകത്തൊരു വലിയ ആഗ്രഹം ദൈവാത്മാവ് തരട്ടെ എന്ന് ഞാൻ ദൈവാത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. കടൽ തീരം അത് ദുഷിച്ച ലോകമാണ്. കടലിനൊരു പ്രകൃതിയുണ്ട്. പക്ഷേ ദുഷിച്ച ലോകത്ത് വെച്ചല്ല കർത്താവ് ദൈവരാജ്യത്തിന്റെ പ്രകൃതി തുറന്നു കൊടുത്തത്. അവൻ മലമുകളിലേക്ക് അവരെ കൊണ്ടുപോയി. തത്വം തുറന്നത് കടലിലല്ല, തത്വം തുറന്നത് നദീതീരത്തല്ല, തത്വങ്ങൾ തുറന്നത് മലയുടെ മുകളിലാണ്. മലയുടെ മുകളിലാണ്. ദൈവരാജ്യം ഒരു പർവ്വതത്തിന് സൂചകമായി കാണിക്കുന്ന വാക്യങ്ങൾ ബൈബിളിലുണ്ട്. ഞാനത് വിശദമായിട്ട് പറയുന്നില്ലെങ്കിലും ഒറ്റ വാക്ക് പറയാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കൈ തൊടാത്തൊരു കല്ല് പറഞ്ഞു വന്ന് ഒരു ബിംബത്തെ അടിച്ച് തകർത്ത് അതൊരു മഹാപർവ്വതമായി തീർന്ന ഓർമ്മയുണ്ടോ? ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 34-35 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാം. ഒരു കല്ല്
കൈ തൊടാതെ പറഞ്ഞു വന്ന് നോക്കിയേ, ആ പലവിധമാകുന്ന ഘടകങ്ങളാൽ നിർമ്മിതമായ ആ ബിംബത്തെ അടിച്ച് പരത്തിക്കളഞ്ഞ് ചിതറിപ്പിച്ച് കളഞ്ഞ് അവിടെ ഒരു രാജ്യത്വം സ്ഥാപിക്കുന്ന വാക്ക് നമുക്ക് അവിടെ കാണാം. 2-ാം അധ്യായത്തിന്റെ 34, 35 വാക്യം വായിച്ചു. 34 വാക്യവും 35 വാക്യം പിന്നെ സമാപന വാക്യങ്ങളും ഒന്ന് ചേർത്ത് പെട്ടെന്ന് ഓടിച്ചു വായിച്ചു. തിരുമനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ട് ഉള്ള കാലിൽ അടിച്ചു തകർത്ത് കളഞ്ഞു. അതിന്റെ അവസാന വാക്യം വായിച്ചു. നമുക്ക് ഒറ്റ വാക്ക് മാത്രം കിട്ടിയാൽ മതി. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്ത് കളത്തിലെ പതിർ പോലെയായി തീർന്നു. ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റ് അവയെ പറപ്പിച്ചുകൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു ഭൂമിയിലൊക്കെയും നിറഞ്ഞു. കണ്ടോ, ഭൂമിയിലൊക്കെ നിറയുന്ന ഒരു പർവ്വതം. അത് ഏതാ പർവ്വതം? 44 വാക്യം. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളൊക്കെ തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. കൈ തൊടാതെ ഒരു കല്ല് പർവ്വതത്തിൽ പറഞ്ഞു വന്നു. കണ്ടോ, അപ്പൊ കൈ തൊടാതെ പറഞ്ഞു വന്ന കല്ലൊരു മഹാപർവ്വതമായത് ദൈവരാജ്യമാണ്. ആ രാജ്യം ഒടുവിൽ ലോകത്തെ മുഴുവൻ സ്വാധീനിക്കും. മറ്റു രാജ്യങ്ങളെ മുഴുവൻ അത് മറിച്ചു കളയും. അക്ഷരീകമായിട്ട് ആ രാജ്യത്തിന്റെ വാഴ്ച മടക്കും. അപ്പോൾ മഹാപർവ്വതമായി തീരുന്ന ഒടുവിൽ 1000 ആണ്ട് വാഴ്ചയിൽ മഹാപർവ്വതമായി ലോകരാജ്യങ്ങളെ മുഴുവൻ തുടച്ചു മാറ്റി ഒരൊറ്റ രാജ്യത്വമായി നമ്മുടെ കർത്താവ് വാഴുന്ന വാഴ്ചയാലാണ് ദൈവരാജ്യത്തിന്റെ പ്രദർശനം വെളിപ്പെടാൻ പോകുന്നത്, മുഴു പ്രദർശനം വെളിപ്പെടാൻ പോകുന്നത്. ആ രാജ്യത്തിന്റെ ഭരണഘടനയാണ് ഗലീല കടൽ തീരത്തുള്ള പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് കർത്താവ് ശിഷ്യന്മാർക്ക് തുറന്നു കൊടുക്കുന്നത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിയായല്ലോ? ഇത്രയും ഭാഗം സംശയം വന്നില്ലല്ലോ? ഓക്കെ. ഇനി ദൈവരാജ്യത്തിന്റെ തത്വങ്ങൾ കർത്താവ് പറഞ്ഞു തുടങ്ങിയത് 1-ാം അധ്യായത്തിലാണ്. ശിഷ്യന്മാരോടാണ്. എന്നാൽ മത്തായി 28-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം കർത്താവ് പറഞ്ഞു, ഇത് ലോകത്തുള്ള സകല ജനതകളോട് നിങ്ങൾ പറയണം, അവരെ നിങ്ങൾ പഠിപ്പിക്കണം. ഭൂലോകത്തൊക്കെ പോയി സകല ജനതകളെ എൻ്റെ ശിഷ്യരാക്കി മാറ്റണം. അപ്പോൾ യഹൂദന്മാർ, ഈ 12 ശിഷ്യന്മാർ അവിടെ ഇരിക്കുന്നത് യഹൂദന്മാരാണ്. അപ്പൊ ഈ 12 ശിഷ്യന്മാർ അവിടെ ഇരിക്കുന്നത് യഹൂദന്മാരുടെ പ്രതിനിധികളായിട്ടല്ല, ഇത് മുഴുവൻ ലോകത്തിൽ നിന്നും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പുതിയ നിയമ വിശുദ്ധന്മാരുടെ പ്രതിനിധികളായിട്ടാണ്. കാരണം ഇത് പർവ്വതത്തിന്റെ മുകളിൽ തുടങ്ങിയെങ്കിലും ഇത് പകർന്നു കൊടുത്ത ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല ജനതകളെയും എൻ്റെ ശിഷ്യന്മാരാക്കുക. എന്നിട്ടോ പ്രവർത്തന പുസ്തകം 11-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, അവിടെ ബൈബിൾ നമ്മൾ പഠിപ്പിക്കുന്ന വാക്യമുണ്ട്. പ്രവർത്തന പുസ്തകം 11:26 വന്ന് 11:26. അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി. അപ്പൊ ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ തുടങ്ങിയത് കടലിന്റെ തീരത്തുള്ള പർവ്വതത്തിൽ വെച്ച്. പക്ഷെ അതിന്റെ ആദ്യത്തെ പ്രൊഡക്റ്റ് വെളിപ്പെട്ടത്, പറയപ്പെട്ടത് അന്ത്യോക്യയിൽ വെച്ച് അവരെ കണ്ടപ്പോൾ ജനം പറഞ്ഞു, ഇവരാരാണ്? ജനം അവർക്ക് പേരിട്ടു, ഇവർ ക്രിസ്ത്യാനികളാണ്. അന്ന് പഠിപ്പിക്കാൻ തുടങ്ങിയത് ഇവരിൽ രൂപപ്പെട്ട് അന്ത്യോക്യയിൽ വന്നപ്പോൾ ഇവർ ക്രിസ്തുക്കളായി മാറിയതായിട്ട് ജനം കണ്ടു. യേശുവിന് പകരമായിട്ട് ഇവരെ കണ്ടു. എന്തൊക്കെയാണോ യേശു പഠിപ്പിച്ചത് അത് മുഴുവൻ ഇവർ കൊണ്ടു നടക്കുന്നു, അത് മുഴുവൻ ഇവരിൽ വെളിപ്പെട്ട് വരുന്നു. നാട്ടുകാർ അവർക്ക് പേരിട്ടു ക്രിസ്ത്യാനികൾ. ക്രിസ്തുവിന്റെ അനുയായികൾ, ക്രിസ്തു പറഞ്ഞത് ജീവിതത്തിൽ പകർത്തിയെടുത്തവർ. അർത്ഥാൽ യേശു പറഞ്ഞു തുടങ്ങിയത് യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല, ജാതികളോടുള്ള പ്രസംഗമല്ല, ന്യൂ ടെസ്റ്റ്മെന്റ് വിശ്വാസികൾ ജീവിതത്തിൽ അവനെ പ്രദർശിപ്പിക്കുവാനുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം കൂടെ വിടുകയാണ്. അവിടെ ഞാനൊരു കാര്യം പറയാം. യേശുവിൻ്റെ ചുറ്റുമുള്ള അനുയായികളെ നമുക്ക് 2 വൃത്തമായി കാണുകയാണെങ്കിൽ, ഒന്ന് ആന്തരിക, 2 ബാഹ്യവൃത്തമായി കാണുകയാണെങ്കിൽ ആന്തരിക വൃത്തത്തിലുള്ളവരാണ് ഈ വളർച്ചയിൽ വളരുന്നവർ. ഇത്രയും പറഞ്ഞ
ആ ഭാഗം കൂടെ ഞാൻ വിടുകയാണ്. ഒറ്റ വാക്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കാം. എല്ലാ വിശ്വാസികളും ദൈവരാജ്യത്തിലെ പൗരന്മാരാണ്. പക്ഷെ എല്ലാവരും സ്ഥാനാപതികളല്ല. ഇനി നമുക്ക് ദൈവരാജ്യത്തിന്റെ ഈ ഭാഗത്തേക്ക് പ്രവേശിക്കാം. ഞാൻ ഒറ്റ വാക്ക് മാത്രം പറഞ്ഞ് നമ്മളിപ്പോൾ നിർത്തുന്നു, സമയമായി. ദൈവരാജ്യത്തിന്റെ പ്രകൃതി നിങ്ങളുടെ അകത്ത് തുറന്നാൽ നിങ്ങൾ ജയാളികളായി മാറും. അപ്പൊ കിങ്ഡം കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങളുടെ അകത്തേക്ക് തുറക്കാൻ കാരണം നിങ്ങളുടെ അകത്തൊരു പ്രകൃതി രൂപപ്പെടുത്താനാണ്. ആ പ്രകൃതിയിലൂടെ കർത്താവ് നമുക്ക് നൽകുന്നത്, നിങ്ങൾ ആയുഷ്കാലം മുഴുവൻ ഏത് സാഹചര്യത്തിൽ പോയാലും, ഏത് രാജ്യത്ത് പോയാലും, നരകത്തിൽ കൊണ്ടിട്ടാലും അവിടെ നിങ്ങൾ ജയാളികളാകും. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ആ വാക്യത്തെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. നരകത്തിൽ നിങ്ങളെ കൊണ്ടുപോയി ഇടില്ല. പക്ഷെ ആ ചിത്രമകത്ത് വരാൻ വേണ്ടി പറയുകയാണ്. എവിടെ നിങ്ങൾ പോയാലും കിങ്ഡം കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങളുടെ അകത്ത് വെളിപ്പാടായി കയറിയാൽ നിങ്ങൾ സകലത്തിന്റെ നടുവിലും നിങ്ങൾ ജയാളികളായി ജീവിക്കും. ഇനി നമുക്ക് ഈ കിങ്ഡം കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് കുറച്ച് ഭാഗം, എല്ലാം കൂടെ തൊടുന്നില്ല ഞാൻ, കാരണം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാകാവുന്ന രീതിയിൽ അതിനകത്ത് 1-2 കാര്യങ്ങൾ മാത്രം ഞാനിപ്പം ഒരു വാക്യം ഇപ്പോൾ പറയാം. അവൻ്റെ 3-ാം വാക്യം എടുത്തി 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഇത് ഈ സത്യത്തില് ഇത് മനസ്സിലാകാതെ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാൻ എന്നൊക്കെ പറഞ്ഞ് കുറേ ബഹളം ഉണ്ടാക്കി കയ്യും കാലൊക്കെ ഇട്ട് അടിച്ച് തല്ലിപ്പൊളിച്ചൊക്കെ ബഹളം ഉണ്ടാക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ 9 ഭാഗ്യവാന്മാരെ കാണുകയാണ്. അതിൽ 1-ാമത്തെ കാര്യം, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ദാരിദ്ര്യം. ഞാൻ കഠിനമായ ദാരിദ്ര്യം അനുഭവിച്ചിട്ടുള്ള മനുഷ്യനാണ്. ഞാൻ ശരീരത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ അനുഭവിച്ച ദാരിദ്ര്യമല്ല ഇവിടെ പറയുന്ന ദാരിദ്ര്യം. ഞാൻ അനുഭവിച്ച ദാരിദ്ര്യം അത് ജീവിതത്തിലാണ്. എൻ്റെ ശരീരത്തിലോ അല്ലെങ്കിൽ ജീവിതത്തിൽ, കുടുംബത്തിലൊക്കെയാണെന്ന് പറയാം. പക്ഷെ ഇവിടെ പറയുന്ന ദാരിദ്ര്യം അതല്ല. ഇവിടെ പറയുന്ന ദാരിദ്ര്യം ആത്മാവിലാണ്. അപ്പൊ ഒന്ന് ശരീരത്തിലെ ദാരിദ്ര്യം, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ, കുടുംബത്തിൽ, ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന ഭൗതിക സമ്പത്തിലെ ദാരിദ്ര്യമല്ല ഇവിടുത്തെ വിഷയം. 1. 2, ഇത് ഈ ആത്മാവിലെ ദാരിദ്ര്യം പരിശുദ്ധാത്മാവിലല്ല. ചില ആൾക്കാര് അതിനെ പരിശുദ്ധാത്മാവായിട്ട് കണക്ട് ചെയ്ത് പറയാറുണ്ട്. 3, ഇത് ഹൃദയത്തിലല്ല. 3 കാര്യം ഞാൻ പറഞ്ഞു. 1 ശരീരത്തിലല്ല, 2 പരിശുദ്ധാത്മാവിലല്ല, 3 നിങ്ങളുടെ ഹൃദയത്തിലല്ല. ഹൃദയത്തെയും ഇതിനെയും കൂടെ കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അല്ല, ഹൃദയം വേറെ ഭംഗിയായിട്ടൂടെ പറഞ്ഞിട്ടുണ്ട്. 8-ാം വാക്യം വായിക്കുക. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പൊ ശരീരത്തിലല്ല, ജീവിതത്തിലല്ല, പരിശുദ്ധാത്മാവിലല്ല, ഹൃദയത്തിലല്ല. പിന്നെ എവിടെയാണ്? പിന്നെ അത് ആത്മാവിലാണ് നടക്കുന്നത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ചില ആൾക്കാരുടെ ചിന്ത ഇത് ഭയങ്കര താഴ്മ കാണിക്കുന്നതാണെന്നാണ്. നമ്മൾ പുറത്ത് പ്രദർശിപ്പിക്കുന്ന ഏതെങ്കിലും ഘടകങ്ങളാണെന്നുള്ളതാണ്. അപ്പൊ നമുക്കത് വിശദമായിട്ട് പറയണം. അപ്പൊ ആത്മാവിൽ എന്തൊക്കെയാണുള്ളത്? അപ്പൊ ആത്മാവിനകത്ത് അങ്ങനെ വല്ല കൺവെർഷൻ വരുമോ? ആത്മാവിനകത്ത് അങ്ങനെ ഒരു അവസ്ഥ വരേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം എന്നാലത്തെ അവസ്ഥ എന്താ? നമ്മുടെ നീഡുകൾ വർദ്ധിക്കും, അല്ലേ? എപ്പോഴാണ് നമ്മൾ ദരിദ്രരായി പോകുന്നത്? എപ്പോഴാ? നമുക്ക് ഭക്ഷിക്കാനില്ല, ധരിക്കാനില്ല, താമസിക്കാനില്ല, ആവശ്യങ്ങൾ കൂടുതൽ, അവസ്ഥകൾ പരിമിതം, കൈക്കകത്തുള്ളത് പരിമിതം. അപ്പോഴല്ലേ നമ്മൾ ദരിദ്രരായി മാറുന്നത്. ഇതുപോലെ നിങ്ങളുടെ ആവശ്യങ്ങൾ വർദ്ധിക്കുന്നു. എവിടെ? സ്പിരിച്വൽ തലത്തിൽ, ആത്മതലത്തിൽ, ദൈവരാജ്യത്തുള്ള ബന്ധത്തിൽ. പക്ഷെ നിങ്ങളുടെ അകത്തൊന്നുമില്ല. ഇതിനെയാണ് ആത്മീക ദാരിദ്ര്യം, അല്ലെ ആത്മാവിലുള്ള ദാരിദ്ര്യം എന്ന് പറയുന്നത്. ആത്മീക ദാരിദ്ര്യം അല്ല കേട്ടോ. ആത്മാവിലുള്ള ദാരിദ്ര്യം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് പകരാൻ കണ്ടമാനം ഘടകങ്ങൾ ദൈവത്തിനുണ്ട്. പക്ഷെ അതൊന്നുപോലും നിങ്ങളുടെ അകത്തില്ല. നിങ്ങളിത് തിരിച്ചറിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത്, അയ്യോ ഞാൻ ആത്മാവിൽ ദരിദ്രനാണ്. ഞാൻ ഇപ്പോഴും 1-2 വാക്കുകളാണ് പറയുന്നത്. ചിലപ്പോൾ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാൻ സാധ്യത ഇല്ലാതില്ല. നമുക്കതിനെ പുറകിലുള്ള ക്ലാസ്സുകളിൽ കൂടെ പരിഹരിക്കാം.
അപ്പൊ എന്താണ് ആത്മാവിലെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ? അറിയണമെങ്കിൽ ആത്മാവ് എന്താണെന്ന് അറിയണ്ടേ? ആത്മാവ് എന്താണ്? ഇനി അങ്ങനെ ആത്മാവിൽ അങ്ങനെ പ്രശ്നമുണ്ടോ? ആത്മാവിൽ ഒരു വാക്യം കൊണ്ട് നിങ്ങൾ വായിച്ചു, ഒരു വാക്യം കൊണ്ട് നിങ്ങൾ വായിച്ചു. ഞാൻ അവൻ്റെ ഇംഗ്ലീഷ് ഭാഷ നോക്കിയിട്ടില്ല കേട്ടോ. മലയാളത്തിൽ നിന്നുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. ഇംഗ്ലീഷിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ പിന്നത്തതിൽ തിരുത്താം. പണ്ടൊരു ഭാഷ പ്രസംഗിച്ചു, നീതിമാൻ ഓമയിലിരിക്കും. ഓമ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ? അത് പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്, അത് ഭയങ്കര സ്ഥലമാണ്. അവിടെ ഇരിക്കുന്ന പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമുള്ള കാര്യമാണ്. പാഷ എന്ന കുത്ത് കണ്ടില്ല, ഓർമ്മയിലിരിക്കുന്നതാണ് അവിടുത്തെ വാക്യമായിരുന്നത്. എന്നതുപോലെ ഇംഗ്ലീഷ് പരിഭാഷയൊക്കെ പറയും വായിക്കാതെ മലയാളം പഠിപ്പിക്കുമ്പോൾ എന്തെങ്കിലും അർത്ഥവ്യാപ്തി പ്രശ്നം വന്നാൽ പുറകിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ തിരുത്തും. ഇപ്പോൾ മലയാളത്തിൽ കണ്ടതുകൊണ്ട് വായിക്കുകയാണ്. മലയാളത്തിൽ നിന്ന് വായിച്ചേ 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിന് 1-ാം വാക്യം വായിച്ചേ. 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിന് 1-ാം വാക്യം. വേഗം വേഗം വായിക്കും. നിങ്ങൾ ഈ ബൈബിൾ വായിക്കുന്നതിൽ ഇത്ര പരിചയസമ്പന്നനായ എന്ത് ചെയ്യും? പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളും. അപ്പൊ ഇവിടെ നോക്കി, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും. ഇനി ആത്മാവ് അവിടെ ഹൃദയമെന്നാണോ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് എനിക്ക് അറിയില്ല. മൂലഭാഷ ഞാൻ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞേ. ഓമ പറയാൻ കാരണം അതാണ്. ഒരു വടി അവിടെ ഇട്ടേച്ച് പോയതാ. സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടുപ്പാക്കണം. അപ്പൊ വെടുപ്പാക്കുന്നവർ നമ്മളെപ്പോഴും കാണുന്നത് എവിടത്തെ സ്വഭാവമാണ്? ജഡത്തിലെ സ്വഭാവമാണ്, ജഡത്തിലെ പ്രശ്നമാണ്. പക്ഷെ നമ്മുടെ ആത്മാവിൽ വല്ലതും ഉണ്ടോ? ഉണ്ടെന്നേ. ആത്മാവിനകത്ത് എന്താണുള്ളതെന്നും എന്താണ് ആത്മാവിൽ നിറയേണ്ടതെന്നും നമ്മൾ കാണണം. ഇതവിടെ അന്യഭാഷയല്ല, ഇത് വരവല്ല. എന്താ ഈ നമുക്ക് 3 പാർട്ടല്ലേ ഉള്ളത്? ദേഹം, ദേഹി, ആത്മാവ്. ശരീരത്തിനകത്ത് എന്തുണ്ട്? അസ്ഥിയുണ്ട്, മാംസമുണ്ട്, രക്തമുണ്ട്. ഇനിയും വേണമെങ്കിൽ പറഞ്ഞ തൊലിയുണ്ടെന്നോ എന്താ പറയുക മുടിയുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ പ്രധാനമായും 3 ഭാഗം. ഇനി നമ്മുടെ ദേഹിയിൽ എന്തുണ്ട്? മനസ്സ്, ഇച്ഛ, വികാരം. 3 കൂട്ടം ദേഹിയിൽ. ഇനി ആത്മാവിൽ എന്തുള്ള? വേഗം പറഞ്ഞ ഒരാൾ പറഞ്ഞു. ആത്മാവിൽ എന്തുണ്ട്? ആത്മാവിൽ ഇൻറ്റ്യൂഷൻ. മലയാളത്തിൽ പറ. എന്താ പറഞ്ഞു? ഇംഗ്ലീഷ് എന്താ പറഞ്ഞേ? ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ അന്തർജ്ഞാനം. എന്റെ കർത്താവ്, അന്തർജ്ഞാനം. അന്തർജ്ഞാനം. അതിന് ഇംഗ്ലീഷ് വാക്ക് എന്താ? ഇൻറ്റ്യൂഷൻ ആണെന്ന് തോന്നുന്നു. എന്റെ കർത്താവ്, ഇത് എവിടെ നിന്ന് കിട്ടി? കൃപ. അന്തർജ്ഞാനം കറക്റ്റ് കേട്ടോ. അന്തർജ്ഞാനം ഉണ്ട് നമ്മുടെ സ്പിരിറ്റിന്. അന്തർജ്ഞാനം ഉണ്ട്. 1. 2 പറഞ്ഞേ. ജീവനുണ്ട്. പക്ഷെ ആത്മാവിന് 3 ഭാഗമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കോൺഷ്യൻസ്, നമ്മുടെ മനസ്സാക്ഷി, അന്തർജ്ഞാനം, മനസ്സാക്ഷി. ഒന്നും കൂടെ ഉണ്ട്, ഫെല്ലോഷിപ്പ്, കൂട്ടായ്മ. അപ്പൊ ഇത് 3 ആരോടാ അന്തർജ്ഞാനം വരുന്ന? കാരണം എന്താ? ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്നല്ലേ അന്തർജ്ഞാനം ഉണ്ടാകുന്നത്, ആണോ? ഫെല്ലോഷിപ്പ് ആരോടാ? ദൈവത്തോട്. നിങ്ങളുടെ അകത്ത് മനസ്സാക്ഷി, നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അകത്ത് മനസ്സാക്ഷി പറയാറുണ്ടോ? ഒരു വാക്ക് പറയുമ്പോൾ അത് വേണ്ട, അത് തെറ്റിപ്പോയി, ശരിയല്ല പറയാറുണ്ടോ? 10 വട്ടം പറഞ്ഞപ്പോൾ മനസ്സാക്ഷി പറയണ്ടായോ? നമ്മൾ അവനോട് ജോയിന്റ് ആയോ? ഹലോ, നിങ്ങളുടെ അകത്ത് ഒരാളെ കുറിച്ച് ഒരു തെറ്റായ കാര്യം ചിന്തിക്കുമ്പോൾ, ഒരു തെറ്റായ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സാക്ഷി ആദ്യം വിലക്കില്ലായിരുന്നോ? വിലക്കുമായിരുന്നു. മനസ്സാക്ഷി വിലക്കുന്ന കാര്യങ്ങൾ നമ്മൾ വീണ്ടും ചെയ്യാൻ തുടങ്ങിയപ്പോൾ മനസ്സാക്ഷി മിണ്ടാതായില്ലേ? നിങ്ങൾക്ക് മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയപ്പോൾ ഒരു വിഷമമില്ലല്ലോ. കാരണം എന്താ? ആദ്യം മനസ്സാക്ഷി പറഞ്ഞപ്പോ നമ്മൾ അതിനെന്ത് ചെയ്തില്ല. അപ്പൊ ആത്മാവിനകത്ത് മനസ്സാക്ഷി, അന്തർജ്ഞാനം, കൂട്ടായ്മ, ഇത് 3നെയും നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തകളും നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളും നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തികളും ഈ 3നെയും സ്വാധീനിക്കുന്നുണ്ട്, ഇല്ലേ? ഒരാളോട് നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മനസാക്ഷി കുത്തുവെന്ന് ആരൊരാൾ പറയാവോ? പറയുമ്പോൾ ശ്രദ്ധിച്ചേ പറയാവൂ.
ഒരു പാസ്റ്റർ ഒരാളുടെ പേര് പറഞ്ഞു, ഭാര്യയും ഭർത്താവും കൂടെ യോഗത്തിന് വന്നതാ, ലൈവും പോകുന്നുണ്ടായിരുന്നു. പാസ്റ്റർക്ക് ഒരാളുടെ പേര് വെളിപ്പെടുത്തിയിട്ട് പാസ്റ്റർ ചോദിച്ചു ഇതാരാന്ന് ചോദിച്ചപ്പോൾ ഒരു സിസ്റ്ററോട് ചോദിച്ചപ്പോൾ അത് എൻ്റെ കാമുകനാന്ന് പറഞ്ഞു. ഭർത്താവും 2 മക്കളും പുറകിലിരിക്കുന്നുണ്ടായിരുന്നു. അടിയായിപ്പോയി അവിടെ. അപ്പം എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ പ്രശ്നമൊന്നും പറയരുത്. അപ്പം നോക്കിയേ, മനസാക്ഷിക്കകത്ത് നിങ്ങൾക്ക് കുറ്റബോധം വരുന്ന സംഭവം നടക്കാറില്ലേ? അപ്പൊ അവിടെ നിങ്ങളുടെ ആത്മാവ് നോക്കിയേ, നിങ്ങളുടെ ആത്മാവ് ഉയർത്തിയ നിലവാരത്തെ നിങ്ങളുടെ ദേഹവും കൂടെ ചേർന്ന് അവനെ അടച്ചില്ലേ? അടച്ചോ? ആവോ. അപ്പൊ ഈ ആത്മാവിനെ നിങ്ങൾ വെടുപ്പാക്കണം എന്നല്ലേ 7-ാം അധ്യായത്തിൽ പറയണേ. താഴെ വായിക്കുമ്പോഴുണ്ട്, ദൈവഗത പ്രകാരമുണ്ടായ ദുഃഖം നിങ്ങളെ രൂപപ്പെടുത്തിയെന്ന്. പൗലോസ് പറയാം, ഞാൻ എഴുതിയ ലേഖനം നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാക്കിയാലും എനിക്ക് പ്രശ്നമില്ല. കാരണം ദൈവഗത പ്രകാരമുണ്ടായ ദുഃഖം നിങ്ങളെ മാനസാന്തരത്തിലേക്ക് മടത്തി. ഇതിപ്പോ ഇന്ന് തെളിയല. ഇന്ന് ഞാനത് പറഞ്ഞു വരുമ്പം സമയം കൂടുതൽ പോകുന്നു. ഞാനിവിടെ കൊണ്ട് നിർത്താം. ഒറ്റ കാര്യം മനസ്സിലാക്കുക, ആത്മാവിൽ ദരിദ്രരായവർ ആരാണ്? ഭാഗ്യവാന്മാർ. ആത്മാവിൽ. അപ്പൊ നമുക്ക് എന്തെങ്കിലും അറിയാം, നമ്മൾ എന്തൊക്കെയോ ആണ്, നമ്മുടെ ആത്മാവിൽ നമ്മൾ സമ്പുഷ്ടരാണ്. നമുക്ക് ലഭ്യമായിരിക്കുന്ന ഏതെങ്കിലും കൃപകളോ ഏതെങ്കിലും മേഖലകളാൽ നമ്മൾ എന്തെങ്കിലും ആണെന്ന് നമ്മുടെ ദേഹിക്കകത്ത് തോന്നുന്നെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ശരീരഭാഷയിലൂടെ പുറത്തു വരുന്നെങ്കിൽ, നമുക്കിന്ന് രാവിലെ അതിനെ തിരുത്തണം. നമ്മൾ ആത്മാവിൽ ഒന്നുമല്ല. നമ്മളിലേക്ക് കർത്താവ് തുറക്കാൻ പോകുന്നത് അവനെ തന്നെയാണ്. ഞാനത് വിശദമായിട്ട് പറയാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാകും. നമ്മുടെ ആത്മാവിൽ നമ്മൾ ദരിദ്രരാണ്. ദരിദ്രന്റെ പ്രത്യേകത എന്താ? അവൻ എന്ത് കിട്ടിയാലും സ്വീകരിക്കും. ഞാൻ പറഞ്ഞില്ലേ, മലയന്മാരെ വീട്ടിലെ കഞ്ഞിവെള്ളത്തിനകത്തുള്ള ചോറ് പറക്കി തിന്നിട്ടുണ്ട്. ഞാൻ ചോറ് വറ്റ് പറക്കി തിന്നിട്ടുണ്ട്. പശുവിനെ കൊണ്ടുവരാൻ വന്ന കാടി കഞ്ഞിവെള്ളത്തിലെ ഇന്ന് എന്നോട് പെറുക്കാൻ പറഞ്ഞാൽ ഞാൻ പെറുക്കുകയില്ല. ഇന്ന് ഭക്ഷിക്കാൻ തന്നാൽ ഞാൻ അതെനിക്ക് കഴിക്കാൻ പറ്റില്ലെന്ന് പറയും. കാരണം എന്താ? അന്നത്തെ ദാരിദ്ര്യം എന്തും ഭക്ഷിക്കാൻ എന്നെ ബലപ്പെടുത്തുന്നതായിരുന്നു. എനിക്ക് ബലപ്പെടുത്തുന്ന മീൻസ് എന്നെ അതിന് പ്രേരിപ്പിക്കുന്നതായിരുന്നു. ആത്മാവിലെ ദാരിദ്ര്യം ഇത് മൊത്തം ഭക്ഷിക്കാൻ, അവന്റെ സന്നിധിയിലിരിക്കാൻ, അവനോട് ഒന്നാകാൻ, അവനോട് ചേർന്ന് ജീവിക്കുവാൻ, കിങ്ഡം പ്രിൻസിപ്പൽ അങ്ങനെ അവന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ, അവന് കിങ്ഡത്തിന്റെ മഹത്വം തുറക്കുവാൻ നിന്റെ അകത്ത് വിശപ്പ് വർദ്ധിപ്പിക്കുന്നതാണ്. ഇനി അതിനായിട്ട് നീ ദരിദ്രനെ പോലെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ സൊമാലിയയിലുള്ള പിള്ളേരെ കണ്ടിട്ടുണ്ടോ? ഞാൻ കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ വിഷമം തോന്നാറുണ്ട്. അവർ ഈ അവശിഷ്ടങ്ങളിൽ കിടക്കുന്ന, അല്ലെങ്കിൽ നോക്കിയ ഈ ഹോട്ടലിലൊക്കെ കളയുന്ന ഭക്ഷണം അവരിങ്ങനെ വാരി വലിച്ച് തിന്നുക. കാരണം എന്താ? അവരുടെ ദാരിദ്ര്യമാണ്. നല്ലൊരു കൂട്ടം ആളുകൾ ഇതിനകത്തുള്ള ഉപദേശങ്ങൾ കണ്ടുകൊണ്ടും ഇതിനകത്ത് നിന്ന് സ്ഥാപിച്ചിട്ടുള്ള സഭകളുടെ നിയമങ്ങൾ കൊണ്ടും തൃപ്തരായ കൂട്ടത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. പല സ്ഥലത്ത് പോയാൽ വചനം പറഞ്ഞാൽ ആളുകൾക്ക് വചനം വേണ്ട. അവർക്ക് പലപ്പോഴും അവരെ സുഖിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന, വിടുവിക്കുന്ന ദൂതുകളും അവർക്ക് അവരകത്തുള്ള ഉപദേശങ്ങളും മതി. എന്നാൽ കിങ്ഡത്തിന്റെ പ്രത്യേകത, ആത്മാവിൽ ദരിദ്രരായവന്റെ പ്രത്യേകത, അവൻ ദൈവത്തിന്റെ ഹൃദയത്തെ ഒപ്പുമൽകുന്ന വചനത്തോട് ആർത്തിയുള്ളവനായി മാറും. അവൻ ജീവനെ കൊതിക്കുന്നവനായി മാറും. അവൻ പുത്രത്വത്തിൽ വളരാൻ കൊതിയുള്ളവനായി മാറും. അവൻ പറയും, ഞങ്ങളെ വിളിച്ചത് ദൈവരാജ്യം സ്ഥാപിക്കാനാണ്. അതിനകത്ത് അവൻ വിശപ്പുള്ളവനായി മാറും. അവനാണ് ആത്മാവിൽ ദരിദ്രരായവൻ. കർത്താവ് നിങ്ങളെ അതിനായിട്ട് സഹായിക്കട്ടെ, വളർത്തട്ടെ എന്ന് പറഞ്ഞ് ഞാനിവിടെ നിർത്തുന്നു. സമയം അല്പം മുമ്പോട്ട് പോയി. ബാക്കി നമുക്ക് അടുത്ത സെക്ഷനിൽ നമുക്ക് ധ്യാനിക്കാം. കർത്താവ് അതിനായി സഹായിക്കട്ടെ. ഒറ്റ വാക്കകത്ത് കിടക്കട്ടെ. ആത്മാവിൽ ദരിദ്രരാണോ ഞാൻ, അതോ ആത്മാവിൽ സംതൃപ്തിയുള്ളവളാണോ? സംതൃപ്തിയുള്ളവനായിട്ട് ജീവിക്കുകയാണോ? വിശകലനം ചെയ്യുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ.